ഞാൻ ഒരു ആക്ടറായിട്ട് ഇനി തുടരാമെന്ന് എനിക്ക് തോന്നിയതും 1983 ചെയ്ത് കഴിഞ്ഞപ്പോഴാണ്. സംഭവ വിവരണം 4 സംഘം എന്നാണ്, ക്രോണിക്കിൾസ് ഓഫ് 4.5 ഗ്യാങ്. എത്ര താമസിച്ച് പറയും വരുന്നു അത്രയും നല്ലതാണെന്നാണ് നല്ലത്. കാരണം നമ്മൾ അതുകൊണ്ട് നമുക്ക് മരണം വരെ നമുക്ക് അതുകൊണ്ട് പോകാമല്ലോ. നമ്മൾ എത്രയോ കാലം മുമ്പത്തെ കാര്യം ഓർത്തോർത്തിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ നമ്മൾ പ്രസൻറ്റിൽ ജീവിച്ചു പോകുന്നത്. പൈസ ഉണ്ടാക്കണമെങ്കിൽ അവർക്ക് വഴികൾ ഗുണ്ടായിസം തന്നെയുള്ളൂ. പിന്നെ ഗുണ്ടകൾക്കാണ് അവിടെ ഏറ്റവും റെസ്പെക്ട്. അങ്ങനെ അവർ ഗുണ്ടകളാകാൻ വേണ്ടിയുള്ള അവരുടെ ശ്രമം നടത്തുന്നതാണ്. അപ്പോൾ മസ്തിഷ്ക മരണത്തെ പറ്റി കൂടുതൽ പറയാമോന്ന് എനിക്കറിയില്ല. അതൊരു വേറൊരു ഡിഫറെൻറ്റ് തോട്ടും, അല്ലെങ്കിൽ അതൊരു 2040s നടക്കുന്ന ഒരു കഥയായിട്ടാണ്. 40s അതൊരു യൂഷ്വൽ സിനിമയിൽ നമ്മൾ കാണുന്നത് അവർ പെട്ടെന്ന് വലിയ കള്ളക്കടത്ത് ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റേ ഗുണ്ടായിസം വരുന്നു. അപ്പം അതൊന്നും ശരിക്കും പോസിബിൾ അല്ല. അപ്പം ഞാൻ എന്നെ ഒബ്സർവ് ചെയ്യുന്നതിനെ കൂടുതൽ ഞാൻ വേറൊരാളെങ്കിലും ഒബ്സർവ് ചെയ്യുന്നത്. കാരണം ഞാൻ ഹാബിച്വേറ്റഡ് ആണ്. ഞാൻ എങ്ങനെയാണ് അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഒരു കാര്യം ചെയ്തത് എനിക്കറിയില്ലല്ലോ. ലാലേട്ടനൊക്കെ ആണെങ്കിൽ എന്ത് ഡയലോഗ് കൊടുത്താലും അവരത് പറയും. അതെങ്ങനെ അപ്പോൾ അപ്പം നമ്മൾക്കത് ഭയങ്കര അങ്ങനെ വേണം, അപ്പം നല്ല നടനാണ് അങ്ങനെ വേണം അല്ലേ, അപ്പം നമ്മൾ ഈ ഡയലോഗുകളെല്ലാം പറയും. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എനിക്ക് വളരെ അടുത്തൊരു സുഹൃത്തും ഒരു 2 ദശാബ്ദം ആയിട്ട് എനിക്ക് പരിചയമുള്ള ഒരു നല്ല സുഹൃത്താണ്. ഞാൻ ആദ്യമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നത് 2014 അന്ന്. പക്ഷേ ഞാൻ അതിനു മുന്നേ എനിക്ക് ഓൺ സ്ക്രീൻ ഐ ഹാഡ് ലൈക്ഡ് ഹിം സീയിങ് ഹിസ് ക്യാരക്ടർ ഇൻ നീക്കോ ഞാച്ചയിൽ ആരും ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു സുഹൃത്ത് എന്ന രീതിയിൽ നമ്മൾ ശരിക്കും ഭയങ്കര പുതിയ പടം, പുതിയ ആള്, പക്ഷെ ഹി വാസ് റിയലി നൈസ്, ഗുഡ് പെർഫോമർ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബാബുക്കുട്ടൻ എന്ന ക്യാരക്ടർ 1983 ചെയ്തു. പിന്നെ ഞാൻ സഞ്ജുവിനെ പരിചയപ്പെട്ടു. അതിനുശേഷം സഞ്ജു ഹാസ് ബീൻ ലൈക്ക് എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. ആൻഡ് സഞ്ജുവിൻ്റെ ജേർണി ഫ്രം 2012 to 2025 ഇസ് ലൈക്ക് ഭയങ്കര രസകരമായ ജേർണിയാണ്. സംഭവ ബഹുലമാണ് സഞ്ജുവിന്. ഒരുപാട് എൻ്റെ ഇൻ്റർവ്യൂവിൽ പോലും ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ സഞ്ജു പറയണത് തന്നെ നമ്മൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്യണം. ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് ക്ഷമയും പേഷ്യൻസും അതേപോലെ തന്നെ പെർസിവറൻസും ആണെന്നാണ്. അപ്പം ഇപ്പം 1000 Babies കഴിഞ്ഞിട്ട് കൃഷാന്തിൻ്റെ 2 വെബ് സീരീസിലും അതുപോലെ തന്നെ കൃഷാന്തിൻ്റെ പുതിയ പടത്തിലും സഞ്ജു ഉണ്ട്. 1000 Babiesലെ സഞ്ജുവിൻ്റെ പെർഫോമൻസ് പറ്റിയിട്ട് നല്ല റിവ്യൂസാണ് ഉള്ളത്, ബിബിൻ എന്ന ക്യാരക്ടറിൻ്റെ. അപ്പോൾ സഞ്ജു ഇത് നമ്മളോടൊപ്പം സഞ്ജുവിൻ്റെ വിശേഷങ്ങൾ, ഈ പറയുന്ന ഒരു ജേർണി ഓഫ് സിനിമ പിന്നെ ലൈഫ്. ഒബിയസ്ലി സിനിമയിനകത്തിരിക്കുന്ന സമയത്ത് ഒരുപാട് വേറെ സ്ട്രഗിളുകൾ ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം നമ്മളോടൊപ്പം പങ്കുവയ്ക്കാൻ സഞ്ജു നമ്മുടെ കൂടെ ഉണ്ട്. ഹായ് സഞ്ജു, ഹൗ ആർ യു? സൂപ്പർ ഗുഡ്, അടിപൊളി. വെൽക്കം ടു മലബാർ ജേണൽ. എന്തുണ്ട് വിശേഷം? ലേറ്റസ്റ്റ് വിശേഷം പറഞ്ഞു തുടങ്ങണോ അതോ 1000 Babies വെച്ച് തുടങ്ങണോ? എന്നാൽ പിന്നെ കൃഷാന്തിൻ്റെ പടം വെച്ച് തുടങ്ങാം. പടങ്ങളുടെ 2 പടം ഇപ്പോൾ ഒരെണ്ണം വെബ് സീരീസ് വരുന്നുണ്ട്, അതേപോലെ തന്നെ മസ്തിഷ്ക മരണം വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഷൂട്ട് നടക്കുകയാണോ? ഇപ്പം വെബ് സീരീസിൻ്റെ ഷൂട്ട് കഴിഞ്ഞു. അതിൻ്റെ എല്ലാ ഫൈനൽ പരിപാടികളും കഴിഞ്ഞു. എൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ് എല്ലാം കഴിഞ്ഞ് എൻ്റെ QC കഴിയുന്നു. അതിനി അതിൻ്റെ റിലീസ് ഡേറ്റൊക്കെ അനൗൺസ് ചെയ്താൽ മാത്രം മതി. അത് സോണിയുമായിട്ടാണ് ചെയ്യുന്നത്. സോണി ലിവിൻ്റെ ആദ്യത്തെ ഒരു സീരീസ് എന്ന് വേണം അത് തുടങ്ങിയത്. നമ്മൾ കഴിഞ്ഞ വർഷമാണ് അതിൻ്റെ ഷൂട്ട് തുടങ്ങിയത്. നമ്മളൊരു 4-5 months അതിൻ്റെ ഷൂട്ടിലായിരുന്നു. അത് ഭയങ്കര ഒരു കഷ്ടപ്പെട്ട ഭയങ്കര ഡിഫിക്കൽട്ടീസ് നമ്മൾ ഫേസ് ചെയ്ത. കാരണം നമ്മളൊരു 100-120 ദിവസം കണ്ടിന്യൂസ് ആ ഒരു സമയത്തിൽ നമ്മൾ 100 ദിവസത്തോളം ഷൂട്ടുണ്ടായിരുന്നു. ആൻഡ് അത് ഭയങ്കര സ്ട്രെയിനുള്ളൊരു പ്രോസസ്സായിരുന്നു. ആൻഡ് ഒത്തിരി വലിയൊരു സീരീസ് ആയിരുന്നു. യൂഷ്വൽ കൃഷാന്ത് സ്റ്റൈൽ സംഭവമാണോ? എന്താണെന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ വരുന്ന ഒരു ബഡ്ജറ്റ് ഉണ്ടല്ലോ, ആ ബഡ്ജറ്റിൽ നമുക്ക് ആക്ച്വലി അതിൻ്റെ ഡബിൾ കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ബഡ്ജറ്റ് തീരെ കുറവാന്നുള്ളൊരു വിഷയം മലയാളത്തിലെ ഏറ്റവും വൺ ഓഫ് ദി സീരീസുകൾ വരുന്നതിൽ ഏറ്റവും എക്സ്പെൻസീവ് സീരീസസിലൊന്നാണ്. നല്ല ബഡ്ജറ്റുള്ള പക്ഷേ നമുക്ക് അതിലേറെ നമുക്ക് അതിൽ വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര ടൈറ്റായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മൾ ഫിസിക്കലി ആൻഡ് മെൻ്റലി നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ട. അപ്പം നമ്മൾ ഇപ്പോഴും നമ്മൾ അതിനെപ്പറ്റി പറയാൻ ആ 100 ദിവസം നമുക്ക് ഓർമ്മ പോലും ഇല്ല എങ്ങനെ കടന്നുപോയി, അല്ലെങ്കിൽ എന്തായിരുന്നു അതിൻ്റെ ഒരു പ്രോസസ്സ് എന്നുള്ളത്. Is there any space for you to talk about your character or? അത് 4 സംഘം, അത് 4 സംഭവ വിവരണം 4 സംഘം എന്നാണ്, ക്രോണിക്കിൾസ് ഓഫ് 4.5 ഗ്യാങ്. സംഭവ വിവരണം 4 സംഘം. അപ്പോൾ അത് തിരുവനന്തപുരത്തുള്ള ഒരു ചേരിയിലുള്ള ഒരു 5 ചെറിയ പയ്യന്മാർ. അവർക്ക് സമൂഹത്തിൽ റെസ്പെക്റ്റ് കിട്ടണമെങ്കിൽ
അപ്പോൾ അവർ കണ്ടിട്ടുള്ള ആ ചേരിയിൽ സമൂഹത്തിൽ അവിടെ റെസ്പെക്റ്റ് കിട്ടുന്നത് ഗുണ്ടകൾക്കും അല്ലെങ്കിൽ ഒരുപാട് പൈസയുള്ള ആൾക്കാർക്കുമാണ്. അപ്പോൾ പൈസ അവർക്ക് ഉണ്ടാക്കാനുള്ള വഴിയില്ല. പൈസ ഉണ്ടാക്കണമെങ്കിൽ അവർക്ക് വഴികൾ ഗുണ്ടായിസം തന്നെയുള്ളൂ. പിന്നെ ഗുണ്ടകൾക്കാണ് അവിടെ ഏറ്റവും റെസ്പെക്ട്. അങ്ങനെ അവർ ഗുണ്ടകളാകാൻ വേണ്ടിയുള്ള അവരുടെ ശ്രമം നടത്തുന്നതാണ്. അപ്പോൾ അതൊരു യൂഷ്വൽ സിനിമയിൽ നമ്മൾ കാണുന്നത് അവർ പെട്ടെന്ന് വലിയ കള്ളക്കടത്ത് ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റേ ഗുണ്ടായിസം പരിപാടി. അപ്പോൾ അതൊന്നും ശരിക്കും പോസിബിൾ അല്ല. അപ്പോൾ അതൊരു അവരുടെ പെറ്റി ക്രൈംസിൽ നിന്ന് തുടങ്ങി ശരിക്കും പെറ്റി നമ്മൾ വളരെ നിസ്സാരമെന്ന് കരുതുന്ന പല ക്രൈമിൽ നിന്നും തുടങ്ങി അവർ പോകുന്നതും അവരുടെ ഒരു ജേണിയാണ്. അവരുടെ ഒരു സ്കൂൾ ലൈഫ് മുതൽ ഒരു mid-40s വരെയുള്ള അവരുടെ ഒരു ലൈഫാണ് നമ്മൾ ഫസ്റ്റ് സീസണിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര രസകരമാണ്. മസ്തിഷ്ക മരണത്തെ പറ്റി കൂടുതൽ പറയാമോ എന്ന് എനിക്കറിയില്ല. അതൊരു വേറൊരു ഡിഫറെൻറ്റ് തോട്ടും അല്ലെങ്കിൽ അതൊരു 2040s നടക്കുന്ന ഒരു കഥയായിട്ടാണ്. 40s. അപ്പോൾ അതിൽ വരുന്ന അപ്പം അത്രത്തോളം അതിൽ കൃഷാന്ത് ആയതുകൊണ്ട് AI ഇൻഫ്ലുവൻസ് ഉണ്ട്, റോബോട്ടിന് ഇൻഫ്ലുവൻസ് ഉണ്ട്. പിന്നെ നമ്മളുടെ സമൂഹത്തിലെ പല കാര്യങ്ങൾക്കും വന്ന വ്യത്യാസങ്ങൾ അതിനൊരു സറ്റയറായിട്ട് നമുക്ക് എടുക്കാം. പക്ഷേ ഇപ്പം ഞാൻ പറയാം, ഇപ്പം ബ്ലേഡ് റണ്ണർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് നടക്കാവുന്ന അങ്ങനെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അത് വളരെ രസകരമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ സോഷ്യൽ സിറ്റുവേഷൻസ് എന്തായിരിക്കും, അല്ലെങ്കിൽ സോഷ്യൽ ഇഷ്യൂസ് എന്തായിരിക്കും, ഹ്യൂമൻ പേഴ്സണൽ ഇമോഷൻസ് എന്തായിരിക്കും, അതൊക്കെ കാണിച്ചുകൊണ്ട് പോകുന്ന ഒരു പരിപാടിയാണ്. അത് ഭയങ്കര രസകരമായിട്ട് അത് വന്നിട്ടുണ്ട്. അത് ഇപ്പം ഷൂട്ട് കഴിയും. അപ്പം എൻ്റെ ഷൂട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു 2-3 ദിവസം കൂടെ ഉള്ളൂ. പ്രിറ്റി ഗുഡ്. അന്ന് പറഞ്ഞ പോലെ തന്നെ പെർസീവിയറൻസ് ആണ് മാറ്റർ ചെയ്യുന്നത്. ആൻഡ് സ്റ്റിൽ പെർസീവിയറിങ്. അത് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കണം. അതൊരു കുറച്ചുകൂടി എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ അത് ഒരു മാരത്തോൺ പോലെ പോയിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് യു ആർ നെവർ ഡൺ. നെവർ റെസ്റ്റ്. അങ്ങനെ അതൊരു പ്രോസസ്സാണ്. അപ്പം ഈവൻ ഒരു പർട്ടിക്കുലർ നമ്മൾ സ്റ്റേജസ് കവർ ചെയ്ത് വരുന്തോറും അത് നമ്മൾ കൂടുതൽ പോയിക്കൊണ്ടേയിരിക്കണം. ആൻഡ് ഇപ്പം പേഴ്സണലി ചോദിക്കാൻ 1000 Babies ഭയങ്കര, പക്ഷെ ഞാൻ കണ്ട അവിടെ അങ്ങനെ ഒരു എത്തിപ്പെട്ടു എന്നുള്ള തോന്നലൊന്നും ഇല്ല. ബിക്കോസ് ഒന്നുമല്ല നമ്മളൊരു വർക്ക് നമുക്കിങ്ങനെ ഓരോ ബ്രേക്കുകൾ വരും ഇങ്ങനെ മൂവ്. കാരണം നമുക്ക് എപ്പോഴും ബെഞ്ച് മാർക്കായിട്ട് നമ്മൾ ഐക്കൺസ് ആയിട്ടും കണ്ടിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെല്ലാം ചെയ്തിരിക്കുന്ന ഇതിൻ്റെ 10 ഇരട്ടി വർക്ക് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്കൊരു ഗ്രേറ്റ്നെസ് കണ്ടെത്താനൊന്നും പറ്റില്ല. ഒരു മൊമെൻ്ററി നമുക്കൊരു പുഷും അല്ലെങ്കിൽ ഒരു മൊമെൻറ്റം നമുക്ക് കിട്ടുമായിരിക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് അതിലൊന്നും വലിയ കാര്യമായിട്ട് കാണണമെന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്കതിലും വലിയ ആളുകൾ ഇവിടെ ഉണ്ട്, അതിലും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള. അപ്പോൾ ഞാനിപ്പോൾ അറൗണ്ട് 36 സിനിമാസ് ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ 300-400 ഒക്കെ ചെയ്തിട്ടുള്ള ലെജൻസ് ഉള്ള, അല്ലെങ്കിൽ ഇന്നത്തെ ഒരാളുടെ കരിയർ ഗ്രാഫിലുണ്ടാകുന്ന എൻറ്റയർ സിനിമ എത്രയാണോ അത്രയും അതിനേക്കാൾ കൂടുതൽ ഹിറ്റുകൾ കൊടുത്തിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പം അതൊരു ചെറിയ ജേണിയാണ്, നമ്മളിപ്പോൾ ഒരു ചെറിയ ജേണിയാണ് കടന്നു വന്നത്. പക്ഷേ ലോങ് വേ ടു ഗോ. 1000 Babies ചോദിച്ചുകൊണ്ട് തന്നെ 1000 Babies ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ട സഞ്ജുവിൻ്റെ ക്യാരക്ടർ. ഡയറക്ടർ സഞ്ജുവിനെ വിളിച്ചത് വേറൊരു ക്യാരക്ടറിനാണ്. പിന്നെ ഈ ക്യാരക്ടർ സഞ്ജുവിലേക്ക് വന്നു ചേർന്നു. പിന്നെ യു ഹാഡ് ആൻ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് വിത്ത് വെറ്ററൻ ലൈക്ക് നീന ഗുപ്ത. സോ അവരുടെ മകനായിട്ട് അഭിനയിച്ചു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊന്ന് പറയുമോ? 1000 Babies എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഒരു ഓൾമോസ്റ്റ് 1 year 8 to 9 months ഞാൻ അതിൽ മാത്രമായിരുന്നു. 1000 Babiesൻ്റെ ആ ഒരു പ്രോസസ്സിൽ മാത്രമായിരുന്നു. അത് ഗെറ്റപ്പ് ചേഞ്ചും അങ്ങനെ പല കാരണങ്ങളും, പിന്നെ ഈവൻ മഴ, അങ്ങനെ പല ഇഷ്യൂസായിട്ട് നമ്മളെ സ്കെഡ്യൂൾ പലപ്പോഴും മാറിപ്പോയി. അപ്പോൾ അങ്ങനെ അത് ഭയങ്കര ലോങ് ഒരു പ്രോസസ്സായിരുന്നു. എനിക്ക് തോന്നുന്നു അത്രയും സമയം ഞാൻ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല. ആൻഡ് ആ വർക്ക് ചെയ്ത സമയവും അത് പിന്നീടാണത് അതെന്താണെന്നുള്ള കൂടുതൽ നമുക്കത് മനസ്സിലാവുന്നത്. കാരണം അന്നേരം നമ്മളൊരു രസകരമായിട്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ഭയങ്കര സ്ട്രെയിനോ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുമോ പ്രഷർ എടുക്കുകയോ അങ്ങനെയൊന്നുമല്ല. എനിക്ക് തോന്നുന്നു അത് നജീമിക്കയുടെ ഒപ്പം വർക്ക് ചെയ്തിട്ട് അദ്ദേഹം വളരെ ഈസിലിയാണ് നമ്മളെ കംഫർട്ടബിളായിട്ടാണ് കൊണ്ടുവരുന്നത്. ആൻഡ് ഭയങ്കര രസകരമായിട്ടൊരു സെറ്റായിരുന്നു. അപ്പോൾ ഭയങ്കര കംഫർട്ടബിളായിരുന്നു. ആൻഡ് ഓരോ ദിവസവും നമ്മളെന്തോ അച്ചീവ് ചെയ്ത പോലെ. പിന്നെ അങ്ങനത്തെ ഒരു കഥാപാത്രമൊന്നും എനിക്ക് ഒരിക്കലും ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു ത്രില്ല് അതിഭീകരമായിരുന്നു. ആൻഡ് അതിലെന്ന് പറയുമ്പോൾ ഒരു 4 ഫേസ് ഉണ്ട്. അപ്പോൾ ഈ 4 ഫേസ് ചെയ്യുമ്പോൾ
4 വ്യത്യസ്ത ആൾക്കാരെ പോലെയാണ്. അപ്പോൾ എനിക്കൊരു 4 സിനിമ ചെയ്തതിൻ്റെ ഫീലാണ് എനിക്ക് ആ സീരീസിൽ നിന്ന് എനിക്ക് കിട്ടിയത്. ആൻഡ് പിന്നെ ഈ പറയുന്ന പോലെ റഹ്മാൻ സാർ ഉണ്ടായിരുന്നു, ആൻഡ് നീന ഗുപ്ത. നീനാജിയോടൊപ്പം വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ഒരു വേറൊരു ഒരു ഒരു കൈൻഡ് ഓഫ് എ ഹ്യൂമനാണ്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി ബേസിക് ഹ്യൂമൻ വിച്ച് വി ആർ നോട്ട് ആക്ച്വലി. നമ്മൾ ആരും അതുപോലെ അവർ വളരെ ബേസിക്കാണ്, ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. വലിയ 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 കാര്യങ്ങൾ. റെവല്യൂഷണറി നമ്മുടെ നാട്ടിലെ. പക്ഷെ അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ കോറിലാണ് അവർ ജീവിക്കുന്നത്. നമ്മളെല്ലാം മറ്റേ സൂപ്പർഫിഷ്യലായിട്ടുള്ള മറ്റേ കാര്യം, നമ്മൾ വലിയ നടക്കാത്ത കാര്യങ്ങളിൽ ഇത് സംഭവിച്ചില്ല, നമ്മളെല്ലാം ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ സറൗണ്ട് ചെയ്തിട്ടാണ് പോകുന്നത്. ഇപ്പം എന്ത് പറയുമ്പോഴും നമുക്കൊരു റിവോൾട്ട് ചെയ്യണം. പക്ഷേ അവരുടെ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഈ റെവല്യൂഷൻ അല്ലെങ്കിൽ അത് ദറ്റ് ലൈസ് വിത്തിൻ നമ്മൾ ഉള്ളിലൊരു പ്രോസസ്സായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ദ തിങ്സ് ദാറ്റ് സറൗണ്ട് അസ് അത് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതവരോട് വർക്ക് ചെയ്ത് പിന്നീടാണത് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അത് നമ്മൾ പണ്ട് മുതലേ നമുക്കറിയാം എന്തുകൊണ്ട് അവരിപ്പം വിവിയൻ റിച്ചാർഡ്സ് ഇഷ്യൂ അല്ലെങ്കിൽ അപ്പോൾ അതൊക്കെ പുള്ളിക്കാരി എന്ത് പറയുന്ന കേട്ട തോന്നും, ഇത്രയ്ക്ക് സിമ്പിൾ ആയിരുന്നല്ലേ എന്ന് തോന്നും. ഇറ്റ് വാസ് നോട്ട് സിമ്പിൾ ഫോർ ഹർ അന്ന്. പക്ഷേ അവർ പറയുന്നത് കാരണം അവർ പക്ഷെ അന്ന് ഫേസ് ചെയ്തത് മറ്റാരും ഫേസ് ചെയ്യുന്ന പോലെ അല്ല. കാരണം അവരതിനൊരു വലിയ ഇതായിട്ട് എടുത്തിട്ടേ ഇല്ല. അപ്പം അന്നതൊരു വലിയ പ്രശ്നമായിരിക്കുമ്പം ആര് പറയും ഞാൻ ഓക്കെ നിങ്ങൾ അത് ക്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ല, ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്, ഐ വോണ്ട് ദ ചൈൽഡ് എന്ന് പറയുന്നൊരു ഞാൻ വന്ന 1980s ഇന്ത്യൻ സിനിമയിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ പോകുന്ന, അതിന് വേണ്ടിയിട്ട് പഠിച്ചിട്ട് സ്കൂൾ ഓഫ് ഡ്രാമ എന്നൊക്കെ പഠിച്ചിട്ട് വന്ന അതീവ സുന്ദരിയായിട്ടുള്ള ഒരു വളരെ യങ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി. അവർ സിനിമയിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്, ഒരു നായികയാവാനും ഒക്കെ ആഗ്രഹിച്ചു വന്ന അവർക്ക് അവിടെ അന്നത്തെ ഒരു സൊസൈറ്റിയിൽ ഈ ഉണ്ടാവുന്ന പേരെന്താണ്, ചൈൽഡ് ഔട്ട് ഓഫ് വെഡ്ലോക്ക്. അപ്പോൾ അത് ഫേസ് ചെയ്യാനൊന്നും അവർ തയ്യാറായി. പക്ഷെ അതിനെപ്പറ്റി ഇന്നും അവർ വലിയ സംഭവമായിട്ട് അവരെവിടെയും പറയാറില്ല. അവർ എപ്പോഴും പറയുന്നത് വളരെ സിമ്പിളായിട്ടാണ് സംസാരിക്കുന്നത്. അതെനിക്കപ്പോൾ അങ്ങനെ തോന്നി, അങ്ങനെ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരി അതൊക്കെ സ്വന്തമായിട്ട് ഫേസ്, അന്ന് ചെറിയ ചെറിയ റോളുകൾ. അപ്പോൾ ഞാൻ ഇന്നലെ ആക്ച്വലി മിനിയാന്ന് പുള്ളിക്കാരുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വിഷ് ചെയ്തു, ഇന്നലെ വിഷ് ചെയ്തു. അപ്പോൾ പറഞ്ഞു മറന്നുപോയില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അപ്പോൾ വേറൊരു വീഡിയോ ഞാൻ പുള്ളിക്കാർക്ക് അയച്ചു കൊടുത്തു. അതായത് ലുക്ക് അറ്റ് ഹർ സ്ലേയിങ് അറ്റ് 66 എന്ന് പറഞ്ഞു ഞാനത് അയച്ചു. അത് പുള്ളിക്കാരി സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആക്ച്വലി ഞാൻ പുള്ളിക്കാരുടെ നേരത്തെ പറഞ്ഞു, അതായത് പുള്ളിക്കാർ അവരുടെ ഒപ്പം ഉണ്ടായിരുന്ന പല നടിമാരും ആ സമയത്ത് അവരുടെ പ്രൈമിൽ നിന്നിട്ട് അവരിന്ന് ആ ഒരു ബൈഗോൺ ഗുഡ് ഡേയ്സിൻ്റെ നൊസ്റ്റാൾജിയയിൽ അതേ ഉള്ളൂ. അവരതിൽ ആലോചിച്ച് ഭയങ്കരമായിട്ട് ഭ്രമിച്ച് ജീവിക്കുകയാണ്. പക്ഷെ ഇവരിപ്പോൾ അവരുടെ പ്രൈമിലാണ്. അപ്പം എത്ര താമസിച്ച് പ്രൈം വരുന്നു അത്രയും നല്ലതാണെന്നാണ് നല്ലത്. കാരണം നമ്മൾ അതുകൊണ്ട് നമുക്ക് മരണം വരെ നമുക്ക് അതുകൊണ്ട് പോകാമല്ലോ. നമ്മൾ എത്രയോ കാലം മുമ്പത്തെ കാര്യം ഓർത്തോർത്തിരിക്കുന്നതിനേക്കാൾ നല്ലതല്ല നമ്മൾ പ്രസൻറ്റിൽ ജീവിച്ചു പോകുന്നത്. അപ്പം അങ്ങനെ അവരുടെ ഏറ്റവും ബെസ്റ്റ് ടൈമാണ് പോകുന്നത്. അവരോട് വർക്ക് ചെയ്യുന്നത് ഭയങ്കര രസകരമായിരുന്നു. എൻ്റെ സെറ്റിലും ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ആയിരുന്നു അവരുടെ കൂടെ വർക്ക് ചെയ്തതിൻ്റെ. ആൻഡ് സ്റ്റിൽ ആ ഒരു കോൺടാക്റ്റും അതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ്. സഞ്ജുവിന് ആ ക്യാരക്ടർ ചെയ്യുമ്പോഴുള്ള പ്രോസസ്സ് എങ്ങനെയായിരുന്നു? ഇപ്പോൾ ഈ ഒരു ക്യാരക്ടർ ഹാഡ് ആസ് യു സെഡ് പല ലെവൽസ് ഉണ്ടായിരുന്നു, ഇൻറ്റൻസ് ആയിരുന്നു, ആൻഡ് ഓൾസോ ദിസ് ക്യാരക്ടർ ഇസ് ഡൂയിങ് ക്രൈം. അപ്പം ഈ എല്ലാം സഞ്ജു ഈ ഒരു ക്യാരക്ടറിൽ കൂടെ പോകുന്ന സമയത്ത് ഹൗ വാസ് യുവർ പ്രോസസ്സ്? ഇത് നമ്മളൊരു കാഴ്ചക്കാരൻ്റെ പെർസ്പെക്റ്റീവിൽ ഇപ്പം ഞാനത് നോക്കും, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴുള്ള പെർസ്പെക്റ്റീവിൽ ഞാനൊരു 3 മണിക്കൂറിൽ 4 മണിക്കൂറിലായിരിക്കും ആ സീരീസിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ ചിലപ്പോൾ വായിക്കുന്നത്. കാരണം അത്ര 7 എപ്പിസോഡ് നമ്മൾ വായിച്ചു തീർക്കുന്നത്. ഒരാളത് കാണുമ്പോൾ നമ്മൾ വെബ് സീരീസായിട്ട് കാണുമ്പോൾ ഒരു 4-5 മണിക്കൂറിൽ അത് കണ്ടു തീർക്കും. പക്ഷേ ഞാനതിനെ ഒരു 8 മാസത്തെ പ്രോസസ്സ്, അല്ലെങ്കിൽ എനിക്ക് ഒരു 80-90 ദിവസത്തെ ഷൂട്ട് എന്നുള്ള രീതിയിലാണ് ഞാനതിനെ കണ്ടിരുന്നത്. അപ്പം അതിൻ്റെ ഒരു സമയത്ത് ഞാൻ ഓരോ എപ്പിസോഡും, അപ്പം നജീമിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്ക്രിപ്റ്റ് ഒരിക്കൽ വായിച്ചു, എൻ്റെ അടുത്ത് പറഞ്ഞു പിന്നെ അത് വായിക്കേണ്ട എന്നുള്ളതായിരുന്നു പുള്ളി. അപ്പം നമ്മൾ ഓരോ ഫേസ് ആയിട്ടാണ് പോകുന്നത്. അപ്പം അതിനെ മാത്രമായിട്ട് ഫോക്കസ് ചെയ്ത് പോയാൽ മതി. അപ്പം എനിക്കൊരിക്കലും ഈ ഒരു സിനിമ ചെയ്യുമ്പോൾ നമ്മൾ അത്രയും കോംപ്ലിക്കേറ്റ് ചെയ്ത് ഇതിനെ ഭയങ്കര ഒരു പ്രോസസ്സാക്കി മാറ്റുന്നത് ഭയങ്കര മണ്ടത്തരമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ ഉദാഹരണം സ്ക്രിപ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ക്ലൈമാക്സ് വരെ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ, നമ്മൾ ആ ഒരു ക്യാരക്ടറായിട്ട് ജീവിക്കുകയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നാളത്തെ കാര്യം അറിയാമെങ്കിൽ പിന്നെ നിങ്ങളൊന്നും ജീവിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ എവിടേക്കാണ് പോകുന്നത്. അപ്പോൾ അതിനെ എത്രത്തോളം അറിയാതിരിക്കുന്നു അത്രയും നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഷൂട്ട് പലപ്പോഴും നമ്മുടെ സീൻ
ആ ഒരു ഓർഡറിലായിരിക്കില്ല പോകുന്നത്. അപ്പം പക്ഷെ ഞാനിതിനെ ചെയ്തതെന്ന് വെച്ചാൽ ഓരോ ഫേസ് ബൈ ഫേസേ ഞാൻ അതിനെ കണ്ടിട്ടുള്ളൂ. അപ്പം അങ്ങനെ പോകുമ്പോൾ എനിക്ക് വിത്ത് എ പിഞ്ച് ഓഫ് ബിബിൻ്റെ ഒരു ഫ്ലേവർ എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജിലാണെങ്കിൽ ബിബിൻ്റെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസ് സാറാമച്ചിയാണ്. അപ്പോൾ സാറാമച്ചി പറയുന്ന പോലെയാണ് ഇയാളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും. സാറാമച്ചി പറയുന്നതാണ്, സാറാമച്ചി ശരിയാണ്, അവർ ഭയങ്കര കറക്റ്റാണ്. അപ്പോൾ ഇയാൾ ബിഹേവ് ചെയ്യുന്നതും സാറാമച്ചി പറയുന്നത് ആരുമായിട്ടും കൂടുതൽ അടുപ്പം വേണ്ട, അയാൾക്ക് ഇഷ്ടമുള്ളവരോട് മാത്രമാണ് അയാൾക്ക് അടുപ്പമുള്ളത്. അയാൾ ആ ഒരു പെൺകുട്ടിയുടെ അടുപ്പം കാണിക്കുമ്പോഴും മറ്റുള്ള ആൾക്കാരോടൊന്നും അയാൾക്ക് ഇഷ്ടമല്ല, ഇവരോട് മാത്രമാണ്. ഇവരുടെ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറാമച്ചിയെ പോലെ പൊട്ടുകൊടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വീറ്റ്നെസ് ഉണ്ടെന്നൊക്കെ ഇയാൾ കരുതുന്ന പോലെയാണ്. അപ്പോൾ അത് ആ ഒരു ഫേസ് അങ്ങനെ, മറ്റൊരു സ്ഥലത്ത് അങ്ങനെ. അപ്പം അതിനെ ഒരു സിംപ്ലിഫൈ ചെയ്ത് പോകുമ്പോൾ അത് കുറച്ചുകൂടി. ഡി റോളിങ്ങിന് ബുദ്ധിമുട്ട് തോന്നിയിരുന്നോ ബിബിൻ ഇറങ്ങി വരാൻ? പിന്നീട് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ? ആസ് എ ക്യാരക്ടർ അഫക്റ്റഡ് യു? ഇല്ല, അങ്ങനെയില്ല, അങ്ങനെയൊന്നുമില്ല എനിക്ക് തോന്നുന്നു. പക്ഷെ ഫസ്റ്റ് ഫേസ് ഓഫ് ബിബിൻ അത് കുറച്ച് ഒരു ഡിഫിക്കൽട്ടി അങ്ങനെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മൾ ഇത് കഴിയുമ്പോൾ ഈ ഭയങ്കര നെഗറ്റീവാണല്ലോ, ഭയങ്കര നെഗറ്റീവ് ആകുമ്പോൾ അത് കഴിയുമ്പോൾ നമ്മൾ ഇപ്പോൾ എന്ത് വന്നാലും നെഗറ്റിവിറ്റി നമ്മളുടെ ഉള്ളിൽ അതിങ്ങനെ കിടക്കും. കാരണം അത് തന്നെ നമ്മൾ ആലോചിച്ച് അതിങ്ങനെ അങ്ങനെ ആലോചിച്ചിട്ടാണ് നമ്മൾ നിൽക്കുന്നത് ചിലപ്പോൾ ഒരു എൻറ്റയർ ഡേ. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര തലവേദനയും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നമ്മൾ ഭയങ്കര ടയർഡ്. അതെ സത്യം. അത് പക്ഷെ മറ്റുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള സ്ഥലത്ത് വരുമ്പോൾ ബിബിൻ ഇപ്പം ഹർഷൻ ബാംഗ്ലൂരിൽ വരുന്ന സമയത്തോ അത് കുറച്ചുകൂടി പ്ലേഫുള്ളാണ്. അയാളുടേതായ അജൻഡാസ് ഉണ്ട്. അപ്പോൾ ഈസ് വെരി കണ്ണിങ്. അയാൾ മിഷനിൽ അയാൾ ആ ക്രൈമിലെല്ലാം അയാൾ ടോട്ടലി ബിലീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ഇവിടെയാണ് ഇയാൾക്ക് ഈ അമ്മച്ചി അല്ലെങ്കിൽ അത് ശരിയാണോ, ഇത് ശരിയാണോ, ഇങ്ങനത്തെ പ്രശ്നം അത് അങ്ങനെയാണോ, എനിക്ക് ഫുൾ കൺഫ്യൂഷൻസ് ആണ്. അമ്മച്ചി അല്ലേ ആണോ ശരി, അതോ ഞാൻ ആലോചിക്കുന്നവരാണോ ശരി, പുറത്തുള്ള ആൾക്കാരാണോ ശരി. അപ്പോൾ ഇങ്ങനത്തെ പല ചോദ്യങ്ങൾക്ക് അയാൾക്ക് ഇവിടെ. അപ്പോൾ ഈ വീട്ടിലേക്ക് പോർഷൻസ് ഷൂട്ട് ചെയ്യുമ്പോൾ വെച്ചാൽ അത് ആ വീടും ഭയങ്കര നെഗറ്റീവ് വീടാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് നമ്മൾ ആ ലൊക്കേഷനിൽ പോയി കണ്ട് ഞാൻ വിചാരിച്ചു ആർട്ട് ഗംഭീരമാണല്ലോ, ഇവർ ഭയങ്കര രസമായിട്ട് ഇത് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് വെച്ചാൽ ഈ വീട് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിത്തിരി വൃത്തിയാക്കിയതാന്ന് പറഞ്ഞത്. അപ്പോൾ അതിനകത്തൊരു ഒരു വാഷ്റൂമൊക്കെ കാണിക്കുന്നു, ബാത്റൂം കാണിക്കുന്നു, എൻ്റെ ഒരു ക്ലോസറ്റൊക്കെ. അപ്പം ഞാൻ ഇരിക്കണം. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു ഇവിടെയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ആർട്ടുകാരോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു ശരി നിങ്ങൾ ഡള്ളാക്കിക്കോ, വൃത്തികേടാക്കുന്നത് എന്തിനാ ഇങ്ങനെ. അയ്യോ ചേട്ടാ ഇത് ഇവിടുത്തെ ബാത്റൂമാണെന്ന് പറഞ്ഞു. എനിക്ക് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഇടാൻ ഒരു സാധനം, ഒരു ഹുഡ് സെറ്റ് ചെയ്ത് തരാൻ പറഞ്ഞിട്ട് എന്നിട്ട് അങ്ങനെയാണ്. അപ്പോൾ ആ വീട് ടോട്ടലി അങ്ങനെയായിരുന്നു. അതിനകത്ത് നമ്മളൊരു സീന് ഡൈനിങ് ടേബിൾ സീൻ എന്നൊക്കെ, ഞാൻ ഡൈനിങ് ടേബിൾ ആ റൂമിലേക്ക് എൻ്റർ ചെയ്യുന്നൊരു സാധനം. അപ്പോൾ അതിന് നമ്മൾ മാറിയിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു സ്റ്റോർ റൂം പോലെ ഉണ്ട്. ആ സ്റ്റോർ റൂമിലേക്ക് ഞാൻ അപ്പം അതിനുള്ളിൽ നിന്നാണ് ഇറങ്ങി വരേണ്ടത്. അടഞ്ഞു കിടക്കുന്ന വീടായിരുന്നോ? അല്ല, താമസമുണ്ട് അവിടെ. അപ്പോൾ അവിടെ അതിനുള്ളിലേക്ക് കയറി നിൽക്കണം, അതിനുള്ളിൽ കയറി നിൽക്കണം. അപ്പം ഞാൻ കാരണം അവിടുന്ന് ഹൈഡ് ചെയ്തിട്ട് ഷോട്ടിൽ നമ്മൾ ഇങ്ങോട്ട് കയറി വരുന്നതാണ്. അപ്പോൾ അതിനുള്ളിൽ ഹൈഡ് ചെയ്ത് നിൽക്കണം. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഞാൻ പേടിച്ചു പോയി. കാരണം എത്രയോ കാലങ്ങൾക്ക് മുമ്പ് അവിടെ ആൾപ്പെരുമാറ്റം ഉണ്ടായ പോലെയാണ്, അല്ലെങ്കിൽ വൃത്തിയാക്കിയിട്ടുള്ള പോലെയാണ്. ഏതോ കാലം പോലുള്ള സാധനങ്ങൾ അവിടെ ഉണ്ട്. ഞാനതിൻ്റെ ആർട്ടിലൊരാൾ വിളിച്ച് ഇവിടെ ഒന്ന് ഇരിക്കുമെന്ന് ചോദിച്ചു കുറച്ച് നേരം. കാരണം ഷോട്ടിൽ എനിക്കറിയില്ല അതുവരെ ഒന്നും ശ്രദ്ധിച്ചോളെ. നമ്മൾ ഇങ്ങോട്ട് നോക്കി നിൽക്കുമ്പോൾ എന്തെങ്കിലും അത്രയ്ക്ക് പേടിക്കുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ എന്നിട്ട് ഞാൻ അവിടെ നിന്ന് അത്രയ്ക്ക് അലമ്പായിട്ട് കിടക്കായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് അവിടെ ഒരു അജീവിക്ക് എപ്പോഴും പറയായിരുന്നു, എടാ അവിടെ ഒരു ഹോർലിക്സ് ഉപ്പി ഇരിപ്പുണ്ടായിരുന്നു, എനിക്കൊന്ന് 85 ടച്ചാ അങ്ങനെ പറയും. അപ്പോൾ ആക്ച്വലി അവിടെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സാറാമച്ചിയും ബിബിനെയും പോലൊരു അമ്മയും മോനും ഉണ്ട്. ശരിക്കും അതേപോലെയാണ്, കറക്റ്റ് എനർജി ആയിരുന്നു. ശരിക്കും അതേപോലെ അവർ അങ്ങനത്തെ 2 പേരുണ്ട്. അപ്പോൾ അയാളുടെ ഇടയ്ക്കൊന്ന് ചോദിക്കും, വീടെവിടെയാണ് ചോദിക്കും. അപ്പം എറണാകുളം. ഞാൻ തൃശ്ശൂരാണ് എൻ്റെ വൈഫ്. അപ്പോൾ അവർ പോയി. ശരി. അപ്പോൾ ഇങ്ങനെ ഇവരുടെ സംസാരമൊക്കെ ഫുൾ ഇങ്ങനെ. കുറച്ച് അമ്മച്ചി വന്നിട്ട് നിങ്ങൾ എവിടെ പോയി താമസിക്കും എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അതായത് ഇതെല്ലാം ഒരു വേറൊരു നോർമൽ ഇതുപോലെയല്ലേ, ചെറിയ ഒരു വ്യത്യാസം നോക്കി. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സാറാമച്ചിയും ബിബിനെയും ആ വീട്ടിൽ കണ്ട പോലെയായിരുന്നു. അത് ഇതിനോടൊരു ഇത്രയില്ല, പക്ഷെ ഒരു സിമിലർ ഒരു ഷെയ്ഡ് ഉണ്ടായിരുന്ന ക്യാരക്ടറായിരുന്നു അനിൽ അല്ലേ, പിന്നെ റൊഷാക്കിൽ. അതെങ്ങനെ ഉണ്ടായിരുന്നു? അതിലാണ് ഞാൻ ആദ്യം സഞ്ജുവിൻ്റെ ഇങ്ങനെ കാണുന്നത്. ആ ഒരു ക്യാരക്ടറിന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോയപ്പോൾ അപ്പോൾ എനിക്ക് കുറച്ച് രസം തോന്നി. ലൈക്ക് സഞ്ജുവിനെ ഞാൻ പൊതുവേ കണ്ടിട്ടുള്ള മുഴുവൻ ഈ ഹാപ്പി ഗോ ലക്കി, ഫൺ ജോവിൽ, ബാബുക്കുട്ടൻ അല്ലാതെ ഉള്ളതെല്ലാം ഒരു യോ മോഡുള്ളൊരു ഇതാണല്ലോ. ആ ഒരു വൈബിന്ന് ശരിക്കും ട്രൈ ചെയ്ത് ദിസ് വാസ്
വർക്കിംഗ് വെൽ. അപ്പൊ എങ്ങനെ എന്തായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? റോഷാക്കും ഈ പറഞ്ഞ പോലെ ഇതിനകത്തുള്ള സിമിലർ ഇതെന്ന് വെച്ചാൽ രണ്ടും മമ്മാസ് ബോയ് ആണ് രണ്ടുപേരും. അപ്പോൾ റോഷാക്കിലുള്ളൊരു എന്ന് വെച്ചാൽ അവിടെയും ഈ അമ്മയാണ് ഇയാളുടെ ഫുൾ ഇൻഫ്ലുവൻസ്. അമ്മ പറഞ്ഞാൽ അതുപോലെ. അപ്പം അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഉദാഹരണം ഈ ഞാൻ ചില ആൾക്കാരിൽ കണ്ടിട്ടുണ്ട് വളരെ ഇമ്മെച്യൂർഡായിട്ടുള്ള ആൾക്കാർ വളരെ മെച്യൂർഡായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത് കേട്ടാൽ അറിയാം വേറെ, അതായത് കാർബൺ കോപ്പി ഇഞ്ചക്ഷൻ ചെയ്തത്. എക്സാക്ട്ലി. അല്ലെങ്കിൽ അവർ പറയുന്നത് കേട്ടിട്ട് അതുപോലെ പറയുന്നതാണ്. ഇപ്പം എൻ്റെ സിസ്റ്ററുടെ മോളുണ്ട്, അവൾ എപ്പോഴും സംസാരിക്കുന്ന ചില വലിയ വർത്തമാനങ്ങൾ പറയും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അറിയാം ഇവളുടെ അമ്മ ഇതിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ വിളിക്കുമ്പോൾ ചിലപ്പോൾ പറയും ഇപ്പം എന്നെ നമ്മളെയൊന്നും അന്വേഷിക്കുന്നില്ലല്ലോ, ഇപ്പം ഭയങ്കര തിരക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം എനിക്കറിയാം ചേച്ചി ഇത് അവിടെ വീട്ടിൽ ഇപ്പോഴോ പറഞ്ഞിട്ടുണ്ട്, അവരിപ്പോൾ തിരക്കാണ് നമ്മളൊന്നും വിളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതേപോലെ ആണ് ഈ അനിലും അതെ ബിബിനും അതെ, ഇവർക്ക് രണ്ടുപേർക്കും ഈ സംഭവമുണ്ട്. അനിൽ ഈ പറഞ്ഞാൽ അമ്മ എന്ത് പറയുന്നത് കറക്റ്റാണ്, അമ്മ പറഞ്ഞാൽ ഓക്കെയാണ്. അപ്പം അമ്മ പറയുന്ന പോലെ ചെയ്യുന്നത്, അമ്മ എന്ത് പറയുന്നത് എന്ത് ക്രൈം ചെയ്താലും അത് ശരിയാണെന്നുള്ളൊരു വശമുണ്ട്. ആൻഡ് അത് ഭയങ്കര രസമാണ്. ബിന്ദു ചേച്ചിയായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് ആ ഒരു എനർജി ഭയങ്കര അടിപൊളിയായിരുന്നു. ആൻഡ് നിസാമാണെങ്കിലും വളരെ കൃത്യമായിട്ട് നമുക്ക് നിസാമിന് കൃത്യമായിട്ട് പെർഫോമൻസ് മെഷർ ചെയ്യാനും ആ പെർഫോമൻസ് എന്ത് വേണമെന്ന് പറയാനും എന്ത് വേണ്ടെന്ന് പറയാനും അറിയാം. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഡേക്ക് എനിക്ക് ഷൂട്ട് ചെയ്ത ഫസ്റ്റ് ഡേ എനിക്കൊന്ന് അതിനകത്ത് അച്ഛനുമായിട്ടുള്ള ആ സീനാണ് ഫസ്റ്റ് ഡേ എടുത്തത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ നിസാമിനോട് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ നിസാം ഇതെനിക്ക് ഒരു നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞില്ല, അപ്പം അത് നമ്മൾ ഒരു 8-10 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുന്നുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ നമുക്ക് ഫസ്റ്റ് ഡേ അതാണ്. അപ്പോൾ അത് ഫസ്റ്റ് ഡേ ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എനിക്കത് ചെയ്തിട്ട് ശരിയായില്ല. ഭാഗ്യത്തിന് അത് ഷൂട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും മഴ പെയ്തു. അതുകൊണ്ട് പിറ്റേ ദിവസം പിന്നെ അത് എടുക്കേണ്ടി വന്നു. അപ്പം നിസാമിൻ്റെ അടുത്ത് ചില കാര്യങ്ങൾ എനിക്ക് ഇങ്ങനെയാണ് വേണ്ടത്, എനിക്കിത് ഇത്രയും വേണ്ട, ഇത്തിരി കുറച്ചുകൂടി താഴോട്ട് വേണം, കുറച്ച് മീറ്റർ താഴെ വേണം എന്നൊക്കെ പറയുന്ന. അപ്പോൾ അത് നമുക്ക് ഭയങ്കര രസമാണ് ഇങ്ങനെ അയാളിങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സിനിമയിലുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ അതിനെപ്പറ്റി അയാളെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇപ്പോൾ അനിലിന് പൈസ വേണം, അനിലിന് വിദേശത്ത് പോകണം, അനിലിന് ചിലപ്പോൾ ഒരു കാമുകി ഉണ്ടായിരുന്നായിരിക്കും, അവൾ കാനഡയ്ക്ക് പോകാൻ വേണ്ടി, അവളും ഇവനായിട്ട് കാനഡയ്ക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തത്, അതിനുവേണ്ടി കുറേ പൈസ വേണം. കാരണം ചേട്ടൻ പോയതിന് പിന്നെ ഇയാൾക്ക് വീട്ടിൽ സാമ്പത്തികമായിട്ട് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനൊരു ബാക്ക്ഗ്രൗണ്ട് അയാൾക്കുണ്ട്, അയാൾ എപ്പോഴും ഉപയോഗിക്കും. അപ്പോൾ അതെന്ന് വെച്ചാൽ അത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് അയാൾക്ക് ആകെപ്പാടെയുള്ള ഒരു ബുള്ളറ്റ് ഉണ്ട്, അത് ചേട്ടൻ വാങ്ങിച്ചു കൊടുത്തതാണ്. പിന്നെ അയാൾ ഇടുന്ന വസ്ത്രങ്ങളെല്ലാം നരച്ചതാണ്, പക്ഷെ എല്ലാം ഭയങ്കര നല്ല ടീഷർട്ട്സും ഒക്കെയാണ്, പക്ഷെ നരച്ചാണ്. കാരണം ചേട്ടൻ്റെ മരണത്തിന് ശേഷം അയാൾക്ക് പൈസ അധികം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഫുള്ളൊരു സ്കെച്ചുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്, നമുക്ക് വേറൊരാളാവാൻ എളുപ്പമാണ്, വേറൊരാളെ പോലെ തിങ്ക് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ അതിന് ഈ മേക്കേഴ്സ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. റോഷാക്കൊക്കെ അതിൻ്റെ വെരി മച്ച് നമുക്ക് നല്ല ഡയറക്ടേഴ്സിനെ കിട്ടിയില്ലെങ്കിൽ ദെൻ യു ആർ ദ ആക്ടർ. അപ്പം നമുക്ക് കൂടുതൽ ഉത്തരവാദിത്വം വരും. കൂടുതൽ ഉത്തരവാദിത്വം വന്ന് നമ്മൾ കൂടുതൽ മറ്റേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഉത്തരവാദിത്വം കുറവാണ്. സോ വാട്ട്സ് ഈസി ഫോർ യു? ഈസ് ഇറ്റ് ലൈക്ക് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യുന്നതാണോ അതോ ഈ പറഞ്ഞ ജോവിയൽ നിക്കോ ഞാച്ച മുതൽ നമ്മൾ കണ്ട പോലത്തെ ക്യാരക്ടേഴ്സ് അങ്ങനെ എന്തെങ്കിലും? എൻ്റെ ക്യാരക്ടർ ഇപ്പം ജോവിയൽ ഭയങ്കര ഈസി ഗോയിങ് അങ്ങനത്തെ ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഇത് എൻ്റെ പോലെ തന്നെ എനിക്ക് ബിഹേവ് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഒരുപാട് എക്സൽ ചെയ്യാനുള്ള ചാൻസസ് ചിലപ്പോൾ കുറവായിരിക്കും. കാരണം നിങ്ങളങ്ങനെയാണ്, അപ്പം നമുക്ക് അതിനകത്ത് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു അവസ്ഥ അധികം ഉണ്ടാവില്ല. പക്ഷെ നമ്മളിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങൾ വരുമ്പോൾ നമ്മൾ അവിടേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കും. അപ്പോഴാണ് നമ്മൾ ഒബ്സർവ് ചെയ്ത്, ഇപ്പം എന്നെ ഒബ്സർവ് ചെയ്യുന്നതിനെ കൂടുതൽ ഞാൻ വേറൊരാളെങ്കിലും ഒബ്സർവ് ചെയ്യുന്നത്. കാരണം ഞാൻ ഹാബിച്വേറ്റഡ് ആണ്, ഞാൻ എങ്ങനെയാണ് അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഒരു കാര്യം ചെയ്തത് എനിക്കറിയില്ലല്ലോ. ഇപ്പം ഞാൻ പല്ല് തേക്കുമ്പോൾ എൻ്റെ ബ്രഷിൻ്റെ മൂവ്മെൻറ്റ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ വേറൊരാൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഒരു ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും അയാൾ അത് ഇങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു. ഇതൊക്കെ നമ്മളെപ്പോഴും മറ്റുള്ളവരെയാണ് ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ പോലത്തെ കഥാപാത്രങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ അതുപോലെ അങ്ങ് ചെയ്യുന്നില്ല, ആ പ്രോസസ്സ് നമ്മൾ അറിയുന്നില്ല, നമ്മൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. അപ്പോൾ ഈ പറയുന്ന മറ്റൊരാളെ പോലെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇത് പറഞ്ഞപ്പോഴേ ഷെഫ് അല്ലേ, നേരമ്പോക്കിലെ ഷെഫ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിനും ഈ ഒരു സിമിലർ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടല്ലോ, കാണിക്കുന്നില്ലെങ്കിലും. ഷെഫും ഈ പറയുന്ന പോലെ ഞാനല്ലാത്ത വേറൊരാൾ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഈ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആൾക്കാരെല്ലാം ഭയങ്കര
മോസ്റ്റ്ലി ഭയങ്കര സ്വീറ്റ് ആയിരിക്കും അവർ. കാരണം ഇതെല്ലാം നമ്മൾ സമൂഹത്തിലുള്ളതല്ലേ. ഈ സമൂഹത്തിൽ ഈ നെഗറ്റീവായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാർ വളരെ ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഇവരെയൊക്കെ നമുക്ക് എളുപ്പം പിടിക്കാമായിരുന്നല്ലോ, അല്ലെങ്കിൽ ഇവരെ എളുപ്പം സ്റ്റോപ്പ് ഇല്ല, അങ്ങനെ ആവശ്യമില്ല. ആൻഡ് നിങ്ങളുടെ മാനറിസംസ് ക്യാൻ ബി വെരി സ്വീറ്റ്, വെരി ഗുഡ്, ഭയങ്കര വെൽ മാനേർഡ് ആവാം. അപ്പോൾ അതെനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് അങ്ങനത്തെ കഥ. അപ്പം ഷെഫ് ചെയ്യുമ്പോഴാണ് അയാളും വളരെ പോളിഷ്ഡ് ആണ്. വളരെ അല്ലാതെ നേരം പോക്കില് വേറെ ഇല്ല ചെയ്തിട്ടില്ല. ഞാൻ ഷെഫ് മാത്രം അത് കോവിഡ് സമയത്ത് ചെയ്തതാണ്. അപ്പം അതും ഈ പറയുന്ന പോലെ അയാള് വളരെ പോളിഷ്ഡ് ആണ്, വളരെ എലഗന്റ് ആണ്, ഭയങ്കര അയാൾ ഭക്ഷണം അത് കഴിക്കുന്ന പിസ്സ ആണ്, അയാൾ പിസ്സ കഴിക്കുമ്പോഴാണെങ്കിൽ പോലും അത് പിടിക്കുന്നതിൽ പോലും ഒരു അയാളൊരു എന്താ പറയുന്നത് കുറച്ചൊരു സൊഫിസ്റ്റിക്കേറ്റഡ് ആണ്. അപ്പോൾ അതെല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒരാളെ ജഡ്ജ് ചെയ്യുകയാണെങ്കിൽ അയാൾ ഭയങ്കര പെർഫെക്റ്റ് ഒരു ജെന്റിൽമാൻ ആയിരിക്കണം. പക്ഷേ ഈസ് നോട്ട്. അങ്ങനത്തെ കഥാപാത്രങ്ങൾ വരുമ്പോൾ നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു സുഖം ഉണ്ടായിരിക്കും. അത് ഞാൻ ഈ ചില സമയത്ത് നമ്മളിപ്പം പറയും നമ്മൾ ഈ റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു. പക്ഷെ ഒരു ദിവസം നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഒരുപാട് വ്യത്യാസങ്ങൾ വരും. അപ്പം ആ വ്യത്യാസം വരുന്ന അപ്പോഴാണ് നമ്മൾ അറിയുന്നത്, നമ്മളൊരു മൂവ്മെൻറ്റ് നമ്മൾ ശ്രദ്ധിക്കുന്നതും. സോ ഇപ്പോഴും ആ ഡിഫറൻസ് വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യാനും സുഖമുള്ളത്, നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെന്ന് തോന്നുന്നതും ഒക്കെ അങ്ങനെയായിരിക്കും. സഞ്ജു ശിവറാം എന്ന് നമ്മളിപ്പോൾ ഒരാളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആദ്യം ചോദിക്കുക നമ്മളെ 1983 ബാബുക്കുട്ടനല്ലേ എന്ന് ചോദിക്കും. ആ ഒരു ചോദ്യം എപ്പോഴും വളരെ ഈസി ആയിട്ട് വരുന്നൊരു സാധനം. ആദ്യം അവർ ഐഡൻറ്റിഫൈ. അപ്പം ഞാൻ പറയാം അല്ല നീക്കോ ഞാച്ചല്ലേ അബു എന്ന് പറയും. അപ്പോൾ ശരിക്കും ഈ 1983 ബാബുക്കുട്ടൻ ഒരു ഭയങ്കര എന്താ പറയുക ഫേവറേറ്റ് ക്യാരക്ടറായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലെസ്ഡ് ക്യാരക്ടറായിട്ട് ഹാവ് യു ഫെൽറ്റ്? എങ്ങനെയാണ്? വെരി മച്ച്. അത് പലർക്കും അറിയില്ല, നീക്കോ ഞാച്ച് ചെയ്ത ആൾ തന്നെയാണ് 1983 ചെയ്തതെന്നും പലർക്കും അറിയില്ല. എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുള്ളത് 1983 ആണോ ഫസ്റ്റ് മൂവി എന്ന് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനു മുമ്പ് ഏതാ ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം അത് ഭയങ്കര വ്യത്യാസമായിട്ട്. അപ്പം അന്ന് എനിക്ക് 1983 എന്ന് പറഞ്ഞ സിനിമ എനിക്ക് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ കഥാപാത്രം ആ സിനിമയോട് എനിക്ക് അത്രയും റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. കാരണം ഞാൻ അതുപോലെ ക്രിക്കറ്റിനെ സ്നേഹിച്ച ആളാണ്, അല്ലെങ്കിൽ ഞാൻ അതേപോലെ ഒരു നാട്ടിൻപുറത്ത് വളർന്ന ആളാണ്. അപ്പം ഞാൻ കണ്ട ആൾക്കാരും ഞങ്ങൾ ആ സമയത്ത് ഞാൻ എങ്ങനെയായിരുന്നു അതൊക്കെയാണ് ആ സിനിമയിലുണ്ടായിരുന്നത്. ആ സിനിമയുടെ അനൗൺസ്മെൻറ്റ് മുതൽ ഞാൻ ആ സിനിമയെ ഫോളോ ചെയ്യുന്ന ആളാണ്. അന്ന് ഞാൻ ആ സിനിമയിലില്ല. വളരെ യാദൃശ്യമായിട്ട് ഷൈൻ ചേട്ടനെ ഒരു സ്ഥലത്ത് വെച്ച് കാണുകയും അങ്ങനെയാണ് ആ സിനിമയിലേക്ക് ഞാൻ വരുന്നത്. അപ്പം ബാബുക്കുട്ടൻ ചെയ്യുന്നതിന് എക്സ്ട്രീംലി ത്രില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഞാൻ ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഷൈൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ എനിക്ക് ചെയ്ത് മതിയാവാത്ത ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് ബാബുക്കുട്ടൻ തോന്നിയിട്ടില്ല. കാരണം ആ ഒരു നമുക്ക് നമ്മളല്ലാതെ അല്ലെങ്കിൽ നമുക്ക് മറ്റൊരാളെ പോലെ അല്ലെങ്കിൽ വേറെ നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാരെ പോലെയൊക്കെ, അപ്പോൾ അതിനകത്ത് ഒരുപാട് വേറെ ചേഷ്ടകൾ എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്ത് കിട്ടിയിരുന്നു. ഞാൻ ഒരു ആക്ടറായിട്ട് ഇനി തുടരാമെന്ന് എനിക്ക് തോന്നിയതും 1983 ചെയ്ത് കഴിഞ്ഞപ്പോഴാണ്. അത് തിയേറ്ററിൽ വന്ന ആൾക്കാർ, ഞാൻ ആ സമയത്താണ് പണ്ട് അന്നൊരു സംഭവമുണ്ട്, ഒരാളൊരു ടൈറ്റിൽ, അതായത് ഒരു ജോലി ഇന്ന ജോലി എന്നാവുന്നത് ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഫേസ്ബുക്കിൽ അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കും. ഫേസ്ബുക്കിൽ ഇപ്പം ആക്ടർ എന്നിട്ടാൽ അന്ന് പോലെ ഞങ്ങൾ ആക്ടറാണ്, ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ പോലെ. അപ്പം ഞാൻ അതുവരെ ഞാൻ ഇട്ടിരുന്നത് വർക്കിംഗ് അറ്റ് ധനലക്ഷ്മി ബാങ്ക് എന്നായിരുന്നു എൻ്റെ കിടന്നിരുന്നത്. നീക്കോ ഞാച്ച വന്നതിന് ശേഷം ഞാൻ മാറ്റിയിട്ടില്ല. കാരണം ഞാൻ ആ പേരിന് ഡിസേർവിങ് ആയിരിക്കണമെന്ന് എനിക്കൂടെ തോന്നണമല്ലോ. അപ്പോൾ നീക്കോ ഞാച്ച ഓക്കെ അത് സംഭവിച്ചു. അപ്പോഴും ആൾക്കാർ പറയുമ്പോഴും എനിക്ക് കുറച്ചുകൂടെ ഒരു കൺവിക്ഷൻ വരണമായിരുന്നു. അപ്പോൾ എനിക്ക് ആ കൺവിക്ഷൻ വന്നത് 1983 ചെയ്തപ്പോഴാണ്. അതെനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ആൻഡ് ഇപ്പോഴും ആൾക്കാർ അതിനെപ്പറ്റി പറയും, 1983 പറ്റി പറയും. അതെനിക്ക് വന്ന എല്ലാ കാലത്തും അത് ഞാൻ എത്ര നാൾ കഴിഞ്ഞാലും 1983 പറ്റിയിട്ട് പറയും. കാരണം ആ സമയത്ത് അങ്ങനെ ഒരു 3 സ്റ്റേജ് ചെയ്യാൻ പറ്റുക. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ ഞാൻ വർക്ക് ചെയ്ത, അതായത് ആസ് എൻ ആക്ടർ വർക്ക് ചെയ്യാൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ക്യാരക്ടറാണ് ആ സ്റ്റേജിൽ. കാരണം അതിലിപ്പം ഈ മേക്കപ്പ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഞാൻ അന്നും പറയാൻ എനിക്ക് എത്ര വേണമെങ്കിലും നര ഇട്ടോ, ചെവിയിൽ രോമം ഉണ്ടാവും അയാൾക്ക്, അയാൾ മുറുക്കും, അയാൾ കാവ്യമുണ്ട് കൊടുക്കും, അയാൾ കയ്യിൽ ചരടുണ്ടായിരിക്കും, കുറി ഉണ്ടായിരിക്കും, മുറുക്കി കഴിഞ്ഞ് ഒരു വെറ്റിലയുടെ ഒരു തുമ്പ് ഇവിടെ വെക്കും. അപ്പോൾ ഇതെല്ലാം ഇട്ടപ്പോൾ ഇങ്ങനത്തെ കുറേ അഡീഷൻസ് വന്നപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര എളുപ്പമായി. കാരണം ഇത്രയും നമുക്ക് കാര്യങ്ങൾ ഒരുമിച്ച് കിട്ടുകയാണ്. അത്രയും കാര്യങ്ങൾ ഒരുമിച്ച് കിട്ടുമ്പോൾ നമ്മൾ പിന്നെ അതിൻ്റെ കൂടെ സഞ്ചരിച്ചാൽ മതിയാവും. 1983 ക്യാരക്ടേഴ്സ് അല്ലേ ഇപ്പോൾ ഈ ബാബുക്കുട്ടനാണെങ്കിലും ഒക്കെ
അതിലൊരു വേറെയും കുറേ ദിനേശ് പ്രഭാകർ ചെയ്ത ക്യാരക്ടറാണെങ്കിലും ഒക്കെ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ടല്ലോ. ആസ് വി ഇപ്പോൾ ഈ ഒരു കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് നോക്കുമ്പോൾ സ്ക്രിപ്റ്റിൽ ഇപ്പോൾ അങ്ങനത്തെ ഇൻറ്റൻസിറ്റി ഉള്ള സൈഡ് ക്യാരക്ടേഴ്സ് ഇല്ലാതായതുപോലെ തോന്നുന്നുണ്ടോ? ഡിഡ് യു ഫീൽ സോ? ആക്ച്വലി ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പം വളരെ ലിമിറ്റഡ് ഒരു പെർവ്യൂയിലൂടെയാണ് സിനിമയുടെ ക്യാരക്ടറിസ്റ്റിക്സ് പോകുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു നായകനെ സെൻറ്റർ ചെയ്ത് പോകുന്ന സമയത്ത് അയാളുടെ ഈ വേരിയേഷൻസ് എല്ലാം ചിലപ്പോൾ ഒരു വർക്ക് ചെയ്യുമായിരിക്കും. പക്ഷെ മറ്റുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പോലീസുകാരനായിട്ട് അഭിനയിക്കാൻ പോലീസുകാരനെ വിളിക്കുക, ജേർണലിസ്റ്റായിട്ട് അഭിനയിക്കാൻ ജേർണലിസ്റ്റിനെ വിളിക്കുക, ന്യൂസ് റിപ്പോർട്ടറായിട്ട് മറ്റേ ചാനൽ അത് അവരെ തന്നെ വിളിക്കുക. അപ്പോൾ അതിൽ ഒരു വ്യത്യാസം വരുന്നില്ല. ഒരു ആർട്ടിസ്റ്റിക് ഇൻഫ്ലുവൻസോ ഒരു കോൺട്രിബ്യൂഷനോ അവിടെ സംഭവിക്കുന്നില്ല. ഒരു വാർത്ത എന്നും വായിക്കുന്ന ഒരാളെ വിളിച്ച് വാർത്ത വായിക്കുകയാണെങ്കിൽ അയാളെന്നും വാർത്ത വായിക്കും. അതിനകത്ത് വേറെ വ്യത്യാസമൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ അതേപോലെ ക്യാരക്ടേഴ്സ് വരുന്നതും പല ആൾക്കാരെ ഇപ്പം ചില കാര്യങ്ങൾക്ക് അയാൾക്കൊരു റേഞ്ച് ഓഫ് ഇമോഷൻസ് ഒന്നും വേണ്ടാതെ അങ്ങനെ അവർ വന്ന് അവരായിട്ട് ബിഹേവ് ചെയ്തിട്ട് അങ്ങ് പോവാണ്. അപ്പം എപ്പോഴും എനിക്ക് തോന്നുന്നില്ല ബിഹേവിയറാണ് ആക്ടിങ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അതിനൊരു രണ്ട് വശമുണ്ട്. അതായത് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നാച്ചുറലി ആക്ടിങ് ആൻഡ് ആക്ടിങ് നാച്ചുറൽ എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ നമ്മൾ പണ്ട് ഇപ്പം ലാലേട്ടൻ്റെയൊക്കെ പഴയ ഡയലോഗ്സൊക്കെ പറയും ഭയങ്കര ഡ്രമാറ്റിക് ഡയലോഗ്സാണ്, പക്ഷെ എന്ത് നാച്ചുറൽ ആക്ടറാണെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടുള്ള ഡയലോഗ്സ് ആയിരിക്കും, പക്ഷെ അത് വളരെ നാച്ചുറലായിട്ട് പറയുകയാണ്. സോ അപ്പം ആ ഒരു സാധനം ഇപ്പോൾ ഈ ആക്ടിങ് നാച്ചുറൽ എന്നുള്ളതിനേക്കാളും ഇപ്പോൾ നാച്ചുറലി ആക്ട് ചെയ്യുക എന്ന് പറയുന്ന സംഭവമാണ്. ആക്ട് ചെയ്യണം, പക്ഷെ അത് സ്വാഭാവികമായിരിക്കും. ഡ്രമാറ്റിക് അതൊരു ഇങ്ങനെ മാറി മാറി വരുന്ന. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ പണ്ട് നമ്മളിങ്ങനെ ചില സ്ക്രിപ്റ്റൊക്കെ നമ്മൾ സിനിമയിൽ അഭിനയിക്കുന്ന നമ്മൾ ചില ഡയലോഗുകളൊക്കെ ചേട്ടാ ഈ ഡയലോഗ് ഭയങ്കര ഇതെങ്ങനെ പറയും എന്നൊക്കെ. അപ്പോൾ അന്ന് നമ്മളെ അടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ടുള്ള ഇപ്പം അന്നാണ് ഈ അസോസിയേറ്റൊക്കെ നമ്മളോട് പറയും, ലാലേട്ടനൊക്കെ ആണെങ്കിൽ എന്ത് ഡയലോഗ് കൊടുത്താലും അവരത് പറയും. അതെങ്ങനെ അപ്പോൾ അപ്പം നമ്മൾക്കത് ഭയങ്കര അങ്ങനെ വേണം, അപ്പം നല്ല നടനാണ് അങ്ങനെ വേണം അല്ലേ, അപ്പം നമ്മൾ ഈ ഡയലോഗുകളെല്ലാം പറയും. പക്ഷേ അതിൻ്റെ വശം എന്താണെന്ന് വെച്ചാൽ അത് എങ്ങനെ ഡ്രമാറ്റിക് അല്ലാതെ ആക്കാൻ പറ്റുമോ എന്നുള്ളതിലാണ് കാര്യം. അപ്പോൾ എനിക്കൊന്ന് ഈ ക്യാരക്ടേഴ്സിൽ പലപ്പോഴും അങ്ങനത്തെ ഇത് വരാത്തതുകൊണ്ടാണ് ചിലപ്പം നമുക്ക് അങ്ങനത്തെ കഥ. ഇപ്പോൾ അടുത്തൊരു സിനിമ കണ്ടപ്പോൾ നമ്മൾ പെട്ടെന്ന് അതിനകത്ത് മറ്റു ഒന്ന് രണ്ട് ക്യാരക്ടേഴ്സ് ആ ക്യാരക്ടേഴ്സ് കണ്ടപ്പോൾ ഒടുവിലുണ്ണി കൃഷ്ണൻ ഇല്ലാതെ പോയല്ലോ എന്ന് തോന്നിപ്പോവും നമുക്ക്, അവരെ മിസ് ചെയ്യും. അതെനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഇങ്ങനെ അതാരായാലും ഒരാൾ വന്ന് ചെയ്തു പോയാൽ മതി എന്നൊക്കെ ആലോചിക്കുന്നിടത്തായിരിക്കും. പക്ഷെ അത് അങ്ങനെ അല്ലാന്ന് ചിന്തിക്കുന്ന ചില ഡയറക്ടേഴ്സിനൊപ്പം വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതാണ് ഇപ്പം ഷൈൻ ചേട്ടൻ അല്ലെങ്കിൽ നിസാം അല്ലെങ്കിൽ നജീം ക, അഖിൽ സത്യൻ്റെ കൂടെ പാച്ചു അദ്ഭുതങ്ങളൊക്കെ ചെയ്തപ്പോൾ, ഇപ്പം കൃഷാന്തിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ, അപ്പോൾ അങ്ങനെ നമുക്ക് അങ്ങനത്തെ ഒരു ഭാഗ്യം ഉണ്ടായി എന്നുള്ളതാണ്. ഈ പാച്ചു അത്ഭുതവിളക്കില് ഈ പൊസസീവ് ബോയ് ഫ്രണ്ട് ആണല്ലോ, അതെങ്ങനെ ഉണ്ടായിരുന്നു അത് ചെയ്യുമ്പം? ഇപ്പോൾ ഡിഡ് യു ആക്ച്വലി അത് രസമായിട്ടൊരു കോമഡിക് എലമെൻറ്റും കൂടി അതിനകത്ത് വന്നിട്ടുണ്ടല്ലോ. പാച്ചുവിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അതിനകത്ത് വിവേക് എന്ന് പറയുന്ന ക്യാരക്ടർ ഞാനതിലൊരു ഞാൻ വിവേക് ഭയങ്കര കൺവിൻസ്ഡ് ആണ്. ഇപ്പം ഞാൻ അത് ചെയ്യുന്ന സമയത്ത് അയാൾ എങ്ങനെയാണ്, അതിനകത്ത് ഹ്യൂമർ ഉണ്ടെന്ന് നമുക്കറിയാം, പക്ഷേ തമാശ വരാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം വിവേകാണ് കറക്റ്റ്. ആക്ച്വലി വിവേക് പറഞ്ഞത് അവൻ കള്ളനാണെന്ന് പറഞ്ഞു, അവൻ കള്ളനാണ്, അതിനെ പറ്റിക്കാണ്, അവൻ്റെ ഈ പൈസ വീട്ടിൽ ഇതൊന്നും ഇതെല്ലാം ഇയാൾ പറഞ്ഞ കറക്റ്റാണ്. ഇയാളുടെ തോട്ട് പ്രോസസ്സിലേക്ക് കറക്റ്റാണ്. പിന്നെ ആ സീൻ അതങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് വരുമ്പോൾ അത് ഭയങ്കര രസകരമാണ്, അയാളുടെ ചേഷ്ടകൾ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ അങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. നമ്മൾ പല ആൾക്കാരെ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ നമ്മളിൽ ചിലപ്പോൾ അങ്ങനത്തെ ചില ഇതിൻ്റെ ഒരു എലമെൻറ്റ് ഒട്ടുമിക്ക ആൾക്കാരിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാരണം ഈ പൊസസീവ്നെസ് ഭയങ്കര കോമൺ ആയിട്ടൊരു സംഭവമാണ്. അപ്പോൾ അത് ഒരു അയാളുടെ പെൺകുട്ടിയുടെ കൂടെ വേറൊരാളെ കാണുന്ന സമയത്ത് ഉണ്ടാവുന്ന ചില സംഭവം, അതിനെ ഏറ്റവും ലൗഡായിട്ട് ഇയാൾ പ്രസൻറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അത് ഭയങ്കര രസകരമാണ്. അത് ആ ഒരു 2 ദിവസം ഞാൻ ഭയങ്കരമായിട്ട് 2 ദിവസം ഷൂട്ട് ചെയ്യണ്ടായിരുന്നുള്ളൂ, പക്ഷേ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തതാണ്. അതിൽ അഖിലാണെങ്കിലും നമ്മളെ വല്ലാണ്ട് തന്നെ എൻകറേജ് ചെയ്യുകയും, എനിക്കറിയില്ല, ഞാൻ ആ സെറ്റിലേക്ക് ക്രാഷ് ലാൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. അത്രയും ദിവസം നമ്മളില്ലാതിരുന്നിട്ട് പെട്ടെന്ന് അവരെല്ലാം യൂസ്ഡ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു സെറ്റിൽ പോയിട്ട് പെട്ടെന്ന് പോയിട്ട് നമുക്ക് ചില കാര്യങ്ങൾ, അപ്പോൾ ഞാൻ അഖിലിനോട് ചോദിച്ചാൽ എല്ലാം സഞ്ജു ചെയ്തു. അപ്പോൾ നമ്മളിങ്ങനെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് പിന്നീട് മനസ്സിലായെന്ന് വെച്ചാൽ അവർ
മേ ബി അതായിരിക്കാം സത്യൻ സാറിൻ്റെ സ്കൂള്. കാരണം അവർ നമ്മളെ അങ്ങ് കംഫർട്ടബിൾ ആക്കി നമുക്ക് പിന്നെ നന്നാവാതെ വേറെ വഴിയില്ലാത്ത അവസ്ഥയിലേക്ക് അവരാക്കിക്കളയും. അപ്പം അതൊരു ഭയങ്കര രസമുള്ളൊരു പ്രോസസ്സായിരുന്നു. നമ്മൾ 1983 കുറിച്ച് പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, CCL ഞങ്ങൾ നേരത്തെ ഒരു ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ സൈജുവിൻ്റെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ സൈജു ഇങ്ങനെ പറയായിരുന്നു, ലൈക്ക് ക്രിക്കറ്റ് കൊണ്ട് CCL കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ സഞ്ജു ഹാസ് ബീൻ സെയിങ് ദാറ്റ് ഞാൻ ഭയങ്കര ക്രിക്കറ്റ് ലവറാണ്. പിന്നെ അപ്പോൾ CCLൻ്റെ ആ ഒരു ബോണ്ടിങ് അതെങ്ങനെയാണ്? നിങ്ങൾ ട്രാവൽ ചെയ്യും അല്ലേ? CCLൻ്റെ ഒരു 1 month എങ്കിലും വരുന്നൊരു പ്രോസസ്, 1.5 months എങ്കിലും ആ പ്രോസസ്. എന്നാൽ നമുക്ക് മാച്ചസ് ഒരു മാസത്തോളം ഉണ്ടായിരിക്കും, 4 വീക്കെൻഡ്സ് ഒക്കെ ആയിട്ടായിരിക്കും. പിന്നെ അതിന് മുമ്പുള്ള ഒരു മാസം നമ്മൾ ക്യാമ്പും. അത് എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും ഏറ്റവും എൻജോയ് ചെയ്യുന്ന സമയമാണ്. ഞാൻ സിനിമയിൽ വന്നിട്ട് ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് CCLാണ്. എന്നാൽ ഏറ്റവും വിഷമിച്ചിട്ടുള്ളത് അത് പക്ഷേ നമ്മൾ ഈ തോൽവികൾ വരുമ്പോൾ, കാരണം കഴിഞ്ഞ 2 സീസൺസ് നമുക്ക് വളരെ മോശമായിരുന്നു. പക്ഷെ ആ സമയത്ത് ഒക്കെ നമ്മൾ അനുഭവിക്കുന്ന അപ്പോഴും ഒരു ബോണ്ട് ഉണ്ട് അവിടെ. നമ്മൾ ഈ ദിവസങ്ങളിൽ ആ സ്പോർട്സ് കൊണ്ടുവരുന്ന ബോണ്ട്, അത് നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്ടേഴ്സായിട്ടല്ല, നമ്മളിപ്പം ഈ എല്ലാവരും ആർട്ടിസ്റ്റുകളായതുകൊണ്ട് അവർ ആ സമയത്ത് അങ്ങനെ ബിഹേവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് ആസ് ക്രിക്കറ്റേഴ്സ്. അപ്പോൾ അവർ ഒരുമിച്ച് ടീം ബസ്സിൽ പോകുന്നു, ട്രാവൽ ചെയ്യുന്നു, നമ്മൾ ഒരുമിച്ച് ഒരു ഹോട്ടലിൽ താമസിക്കുന്നു, നമ്മൾ ഒരുമിച്ച് പുറത്ത് പോകുന്നു, നമ്മൾ ഫ്ലൈറ്റിലാണ് നമ്മൾ ഒരുമിച്ച് പോകുന്നു. ഈ പ്രോസസ്സ് എല്ലാം നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത് കഴിയുമ്പം കളി കഴിഞ്ഞ് കളിയുടെ പരാജയം, ഈ പരാജയപ്പെട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഇമോഷണലി ബ്രേക്കായി പോകുന്ന അവസ്ഥകൾ, അവിടെ വിഷമമുണ്ട്, കരച്ചിലുണ്ട്, വിഷമമുണ്ട്, ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി ഹാൻഡിൽ ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നു. അപ്പം നമ്മൾ ഈ പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ പറയുമ്പോൾ ഈ നമ്മൾ ഒരു മാച്ച് തോറ്റു കഴിയുമ്പോഴത്തേക്കും ആൾക്കാർ എന്ത് വേണമെങ്കിലും പറയുമല്ലോ. അപ്പം ഇത് വന്ന് ചോദിക്കുന്നത് നിങ്ങൾ അങ്ങനെ ഇങ്ങനെയല്ലേ, നിങ്ങൾ മാച്ച് തോറ്റില്ലേ, അതില്ലേ ഇതില്ലേ എന്നൊക്കെ ഒന്ന് പറയും. ഇത് നമ്മളെക്കാൾ കൂടുതൽ മനസ്സിലാവുന്ന വേറെ ആൾക്കാരില്ല. നമ്മൾ അവിടെ ഞങ്ങൾ അഭിനയിക്കല്ലോ, നമ്മൾ ഈ പറയുന്ന ആയിരക്കണക്കിന് ആൾക്കാരുടെ നടുവിൽ നമ്മളൊരു സ്ഥലത്ത് നിന്ന് നമ്മൾ കളിച്ച്, നമ്മളാണ് ഇവരുടെ മുമ്പിൽ പരാജിതരായിട്ട്, നമ്മളുടെ ടീമിന് തോറ്റ്, നമ്മൾ കേരളത്തിനെ റെപ്രസെൻ്റ് ചെയ്ത് നമ്മൾ തോക്കുമ്പോൾ ഉണ്ടാകുന്നൊരു വേദനയുണ്ടല്ലോ, അത് അത്രത്തോളം ഒന്നും ഇവർക്ക് വരില്ല. അപ്പം നമ്മളതേ ടീം മീറ്റിംഗ് കഴിയുമ്പോഴും ഇപ്പം ആരിതിനെപ്പറ്റി കുറ്റം പറയുമ്പോഴും പുറത്തുനിന്ന് ഒരാൾ പറയുമ്പോഴും ഞങ്ങൾക്കുണ്ടാവുന്ന അത്ര വേദനയൊന്നും വരില്ലല്ലോ. കാരണം നമ്മൾ ഈ പറഞ്ഞ ഇത്രയും ദിവസം നമ്മൾ ഇതിനു വേണ്ടി നിന്നു. നമ്മുടെ ജോലി അതല്ല. നമ്മൾ ഗ്രൗണ്ടിൽ ഈ മിക്കവാറും മാർച്ച് ആ സമയത്തായിരിക്കും. അപ്പം ആ ഒരു വെയിലത്ത് നമ്മളുടെ പ്രൊഫഷൻ ഇതല്ലാതിട്ട് കൂടി നമ്മൾ അതിനുവേണ്ടി എഫേർട്ട് എടുക്കുകയും അതിനുവേണ്ടി ഫുൾ ഓണായിട്ട് നമ്മൾ നിൽക്കുകയും, നമ്മൾ ഒരു തരത്തിലുള്ള ഒരു ഷോർട്ട് കട്ടിനോ ഒന്നിനും നമ്മൾ ശ്രമിക്കുന്നില്ല. ഇപ്പോൾ ഷൂട്ടിന് പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു കുട പിടിക്കാൻ ഇപ്പോൾ ഒരാളുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്കൊരു കാരവൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയെല്ലാം നമുക്ക് പല പല ഇതുകൊണ്ട് നമുക്കിപ്പം ഒരു റെസ്റ്റ് ചെയ്യാൻ ഒരു സ്പേസ് ഉണ്ടാക്കി, നമുക്ക് എല്ലാ തരത്തിലുള്ള. പക്ഷെ ഇവിടെ നമ്മൾ തന്നെ ഇറങ്ങി ഫൈറ്റ് ചെയ്യണം. അത് ഇപ്പം ഞാൻ കഴിഞ്ഞ വർഷം 4.5 സംഘം ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് കഴിഞ്ഞ വർഷത്തെ CCL ഉണ്ടായിരുന്നത്. അപ്പം എനിക്ക് നൈറ്റ് ഷൂട്ടാണ് നൈറ്റ് ഷൂട്ടാണ് 4.5 സംഘത്തിന്. പകല് CCLന് ക്യാമ്പുണ്ട്. അപ്പോൾ എനിക്ക് വേണേൽ പോകാതിരിക്കാം ക്യാമ്പിന്. കാരണം ഞാൻ അല്ലാതെ നേരത്തെ പ്രാക്ടീസ് ചെയ്തിരുന്നു. എനിക്ക് അത് വെച്ചിട്ട് എനിക്ക് ഷൂട്ടുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വേണേൽ ഒഴിയാം. പക്ഷേ ഞാൻ ആ സമയത്ത് ഞാൻ പോയിരുന്നു വെച്ചാൽ ഞാൻ നൈറ്റ് ഷൂട്ട് ചെയ്യും. രാവിലെ 5 മണിക്ക് വന്ന് ഉറങ്ങും. 8 മണിയാകുമ്പോൾ ഞാൻ ക്യാമ്പിന് പോകും. 8 തൊട്ട് 2 മണി 2:30 ആകുമ്പോൾ തിരിച്ചു വരും. 2-3 മണിയാകുമ്പോൾ കിടന്നുറങ്ങും. 5 മണിയാകുമ്പോൾ എഴുന്നേക്കും. 6 മണിയാകുമ്പോൾ ഞാൻ വീണ്ടും ലൊക്കേഷനിൽ പോകും. ഇങ്ങനെ ഞാനൊരു 1 വീക്കോളം ഇങ്ങനെയാണ് പോയിരുന്നത്. അപ്പോൾ എനിക്ക് ഇത് രണ്ടും അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ അങ്ങനെ, കാരണം അതൊന്നും എന്തുകൊണ്ട് നമുക്ക് അത്ര ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ. സോ നിങ്ങൾക്കൊരു നല്ല ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഉണ്ട് അതിൻ്റെ അകത്ത്. ഡെഫിനറ്റ്ലി ഭയങ്കര രസമായിട്ടുള്ള. നമ്മൾ മിക്കവാറും നമ്മൾ ആരെങ്കിലും 2 പേരായിരിക്കും ഒരു റൂമിൽ. അപ്പം അങ്ങനെ നമ്മൾ ഒരു സൗഹൃദങ്ങളുണ്ട്. പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴും, പിന്നെ അത് കഴിഞ്ഞ് പാർട്ടി ചെയ്യുന്നതും, തോറ്റു കഴിഞ്ഞാൽ നമ്മൾ അന്നത്തെ വിഷമങ്ങളെല്ലാം അന്ന് പറഞ്ഞത് നമ്മൾ ഹാപ്പി ആയിട്ട് പാർട്ടി ചെയ്യും. അപ്പം അതൊക്കെ ഭയങ്കര രസമാണ്. അപ്പം അതുകൊണ്ട് ആ സമയത്തിന് വേണ്ടി എപ്പോഴും നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. ശരിക്കും ഈ ക്രിക്കറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ് സഞ്ജുവിൻ്റെ ഈ പറയുന്ന ഒരു, നമ്മൾ ഒബ്വിയസ്ലി സിനിമ ഇസ് നെവർ എ സ്പേസ് വെയർ സ്റ്റാറ്റിക് ആയിട്ട് പോകുന്നൊരു സ്ഥലമല്ലോ. അപ്പോൾ എന്താ പറയുക, കൃത്യമായി പ്രൊമോഷൻ കിട്ടി, കൃത്യമായി PF കിട്ടുന്നൊരു ഏരിയ അല്ലല്ലോ. ഓരോ പ്രൊജക്റ്റ് കഴിയുമ്പോൾ അടുത്ത പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഒരു ആങ്ഷ്യസ് സ്പേസ്, അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പോൾ സ്പോർട്സ്
ഡസ് സ്പോർട്സ് ഹെൽപ്പ് യു ടു മേ ബി ലൈക്ക് യുവർ ലവ് ഫോർ ക്രിക്കറ്റ്? ഇപ്പം ഞാൻ ചോദിക്കാൻ കാരണം ഇപ്പം നമ്മൾ IPL ഇത് കഴിഞ്ഞു, അവിടെയൊക്കെ സെലിബ്രേഷൻ മോഡ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ 18 വർഷത്തിന് ശേഷം ജയിച്ചു എന്നൊക്കെ പറയുമ്പോൾ. അപ്പം ശരിക്കും യുവർ ലവ് ഫോർ ക്രിക്കറ്റ് ഹെൽപ്പ് ചെയ്യാറുണ്ടോ? വെരി മച്ച്. ഞാൻ വളരെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അല്ലാത്ത സമയത്ത് നമ്മൾ അല്ലാതെ ഇവിടെയും നമ്മൾ ക്രിക്കറ്റ് മാച്ചസ് ഉണ്ട്. ഇപ്പം നമ്മുടെ സിനിമയിലെ എല്ലാ മേഖലയിലുള്ള ആൾക്കാരുടെയും ടീമുകളുണ്ട്. നമ്മൾ ഇവിടെ CCF എന്ന് പറഞ്ഞിട്ടൊരു ക്രിക്കറ്റ് ഫെറ്റേണിറ്റി ഉണ്ട്, സെലിബ്രിറ്റി ക്രിക്കറ്റ് ഫെറ്റേണിറ്റി. അപ്പോൾ അവരുടെ മാച്ചസ് ഉണ്ട്. അപ്പോൾ അത് ഒരു സീസണിൽ എങ്ങനെ വന്നാലും ഓൾമോസ്റ്റ് എവറി മന്ത് ചിലപ്പോൾ ഒരു മാച്ചസ് ഉണ്ടായിരിക്കും. എവറി മന്ത് ഒരു ടൂർണമെൻറ്റ്, അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഒരു ടൂർണമെൻറ്റ് നടക്കും. അപ്പം ഈ പ്രോസസ്സ് ഇങ്ങനെ തുടരുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഈ സിനിമയ്ക്കിടയിൽ ഉണ്ടാകുന്ന ഗ്യാപ്പുകളെ നമ്മൾ സർവൈവ് ചെയ്യുന്നതും ഈ ഒരു പ്രോസസ്സിലൂടെയാണ്. അതർ ദാൻ ദാറ്റ് ഹൗ ഡു യു ഹാൻഡിൽ ഈ ഒരു ആങ്സൈറ്റി പാർട്ട് ഉണ്ടാവുമല്ലോ ഇല്ലേ? ഡെഫിനറ്റ്ലി. അത് ഇപ്പം അത് ഇന്നെവിറ്റബിൾ ആണ്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന സമയം ഭയങ്കര അൺസർട്ടൺ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. ഇപ്പം പുറത്തു നോക്കുമ്പം ആക്ടേഴ്സിൻ്റെ ലൈഫ് എന്ന് പറയാൻ ഭയങ്കര സുഖമാണ്. കാരണം നമുക്ക് പുറത്ത് നമ്മളുടെ വിഷമങ്ങളോ കാര്യങ്ങളോ കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളത് കാണിക്കേണ്ട കാര്യമേ ഇല്ല. പക്ഷേ അത് ഡെഫിനറ്റ്ലി എല്ലാവർക്കും ഉണ്ട്. അത് നമ്മൾ ഓവർകം ചെയ്ത് അതിനെ ഫൈറ്റ് ചെയ്ത് അതിനെ മുമ്പോട്ട് പോകാന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ളൊരു കാര്യമല്ല. കാരണം എല്ലാ മാസത്തെ 30-ാം തീയതിയോ അല്ലെങ്കിൽ 2-ാം തീയതിയോ 1-ാം തീയതിയോ ആദ്യത്തെ വീക്കെൻഡോ അവിടെ ഒന്നും ക്രെഡിറ്റ് ആവില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ അക്കൗണ്ടുകൾ ചലിക്കുക പോലുമില്ല. അപ്പോൾ അങ്ങനത്തെ അവസ്ഥകൾ വരും. ആ അവസ്ഥ വരുമ്പോൾ നമ്മൾ പിടിച്ചു നിന്ന് പോകണം. അത് നമ്മൾ എന്തിനാണ് അങ്ങനെ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും, നമ്മൾ ഈ മേഖല അത്ര ഇഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കും, നമ്മളുടെ കരിയറിനെ നമ്മൾ അത്ര ഇഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കാം, അത് ഈ മീഡിയം നമുക്കുണ്ടാക്കിയ ഇൻഫ്ലുവൻസ് കൊണ്ടായിരിക്കാം. അപ്പോൾ ആരും ബൈ ചോയ്സ് ഇപ്പം അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആക്ടറായി വരുന്ന ആൾക്കാരൊന്നുമല്ല. എല്ലാവരും വരുന്ന ആഗ്രഹം കൊണ്ടാണ്. അപ്പം നമ്മൾ ആ ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഇതിൽ നിൽക്കുന്നത്. നമ്മളത് സർവൈവ് ചെയ്ത് തന്നെ പോകണം. അത് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. എസ്പെഷ്യലി നമുക്കൊരു സിനിമ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇതൊന്നും ഇല്ലാതെ ഒരു ഗോഡ് ഫാദർ ഇല്ലാതെ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന പോലെ നമുക്ക് ആ സപ്പോർട്ട് സിസ്റ്റം ഫങ്ഷനിങ് ആയിരിക്കില്ല. നമുക്കങ്ങനെ സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരിക്കില്ല. നമുക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോൾ അതിനൊരു maybe like I'm asking you, but you will have like friends gangs who will be like ഒരു പടം വന്ന അതോ അവിടെയും ചിലപ്പം അവർക്ക് ഈ പറഞ്ഞ പോലത്തെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ സമ്മതിക്കില്ല, അങ്ങനെ ഫ്രണ്ട് സർക്കിൾ നമുക്ക് ഫ്രണ്ട് സർക്കിൾ ഇമോഷണലി നമുക്ക് ചിലപ്പോൾ പലപ്പോഴും ഹെൽപ്ഫുൾ ആവാറും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ട്. അതില്ലെന്നല്ല, ഫ്രണ്ട് സർക്കിൾ അവരാണ് നമ്മളെ ചിലപ്പോൾ ദേ കീപ്സ് us ഗോയിങ്. ഇപ്പം എൻ്റെ സുഹൃത്തുക്കളാണ് ഇപ്പം എൻ്റെ ലോ സമയത്തൊക്കെ എന്നെ ഏറ്റവും സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇമോഷണലി നമുക്കൊരു സപ്പോർട്ട് വരുന്ന ചിലപ്പോൾ ഈ ഫ്രണ്ട്സ് ആയിരിക്കും, ചിലപ്പോൾ അല്ലെങ്കിൽ നമ്മൾ യാത്രകളായിരിക്കും. ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട് നമുക്ക് ഉണ്ട്. നമ്മൾ നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളെ നമുക്കൊരു പരിധി വരെ നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ ഇമോഷണൽ സ്പേസ് ഭയങ്കര ക്ലിയർ ആയിരിക്കും. അതുണ്ട്. പക്ഷേ അതല്ലാത്തൊരു പക്ഷം എന്ന് പറയുമ്പോൾ അവർക്കൊരു പടം എടുക്കുമ്പോൾ ചിലപ്പോൾ സഞ്ജുവിനെ വിളിക്കാൻ പറ്റണമെന്നുണ്ടാവില്ല. അല്ല, അങ്ങനെ അത് ഞാൻ പറയാം, അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഇപ്പം ഈ പറയുന്ന പോലെ ഈ ഇന്ന പോലത്തെ ആൾക്കാർ ഒരുപാട് പേരുടെ ഇൻഫ്ലുവൻസസ് അവിടെ വരുമല്ലോ. അപ്പോൾ അവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഇൻഫ്ലുവൻസ് ഉണ്ടാവണം. അത് ഉണ്ടാവുകയും ഇപ്പം അല്ലാതെ നമ്മുടെ മെറിറ്റിൽ മാത്രമല്ല, ചിലപ്പോൾ സൗഹൃദത്തിൽ നിന്ന് സിനിമ ഉണ്ടാവും. അപ്പം അങ്ങനെ ഉണ്ടുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ അവർ സുഹൃത്തുക്കൾ അതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ ഇങ്ങനെ ചോദിക്കുക, സഞ്ജുവിന്റെ മോസ്റ്റ് ഓഫ് യുവർ പ്രൊജക്ട്സ് ആർ ലൈക്ക് യു വാക്ക്ഡ് ഇൻ, ലാൻഡ് ചെയ്തു, എല്ലാം തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ലാൻഡ് ചെയ്ത ഒരു സാധനം അല്ലേ? അങ്ങനെ നമുക്ക് അതൊരു പ്രോസസ്സാണെന്ന് ഞാൻ ബിലീവ് ചെയ്യുന്നത്. അതിന് നമുക്കിപ്പോൾ എനിക്ക് തുടക്കം തന്നെ സക്സസ് വേണം, ഞാൻ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറയുന്നത് ഇതൊരു മാരത്തോണാണ്. അപ്പോൾ മാരത്തോൺ എന്ന് പറഞ്ഞാൽ ഈ 41 ചില്ലറ കിലോമീറ്റർ നമ്മൾ ഓടണം. അപ്പോൾ സ്പ്രിന്റ് വേണോ മാരത്തോൺ വേണോ എന്നുള്ളത് നമുക്ക് ആലോചിക്കാം. പക്ഷെ സ്പ്രിന്റ് വേണമെന്ന് പറഞ്ഞാലും നമ്മൾ വിചാരിക്കുന്നവരായിരിക്കും, ചിലർക്ക് സ്പ്രിന്റ് കിട്ടും. പക്ഷെ സ്പ്രിന്റിൻ്റെ ലൈഫ് ഭയങ്കര ഷോർട്ടാണ്. സ്പ്രിന്റിൽ നിന്ന് ഇവൻച്വലി അവർ മാരത്തോണിലേക്ക് മാറേണ്ടി വരും. കാരണം അപ്പോൾ ഞാൻ മാരത്തോൺ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എനിക്കത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആ പ്രോസസ്സിൽ കൂടി തന്നെ എനിക്ക് കിട്ടുന്നതിനോടാണ് എനിക്ക് സന്തോഷവും. ആ ഒരു സമയത്തിൽ നമ്മളും അതുപോലെ ഗ്രോ ചെയ്യുന്നേ. നമ്മൾ ആസ് എൻ ആക്ടറൊക്കെ ഒത്തിരി വ്യത്യാസം വരും, നന്നായി ഇവോൾവ് ചെയ്യും. അപ്പോൾ ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി ഉണ്ടാവുമോ എന്ന് വെച്ചാൽ ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു പേഷ്യൻസ് ലെവൽ നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മളൊരു ഫിനാൻഷ്യൽ
സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റിൽ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ ഇതുപോലെ കല്ല് പോലിരിക്കണം. അപ്പം ഞാൻ ഈ ആ സമയത്ത് ഞാൻ ഈ പറയുന്ന ഈ ഡെസിമൽസിലൊക്കെ പോവും ഈ അക്കൗണ്ടൊക്കെ പറയുന്നത്. അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറയും ഈ യു ഹാവ് എ ഫാമിലി ടു റൺ. യാ ആൻഡ് അത് സംടൈംസ് യു ഡോണ്ട് റൺ. അപ്പോൾ ആ സമയങ്ങൾ വരുന്ന സമയത്ത് ഇപ്പം ഞാൻ പറയുന്നത് ഈ അക്കൗണ്ടൊക്കെ ഇങ്ങനെ ഡെസിമലിൽ പോകുമ്പോൾ ഇങ്ങനെ കണ്ട് നമ്മൾ എന്ത് രസമല്ലേ, അടിപൊളി. ഞാനപ്പോൾ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വയ്ക്കായിരുന്നു. അപ്പോൾ അതൊരു ലെസണാണ്. അതൊരു സ്റ്റേജാണ്. അപ്പം ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു കോവിഡിൻ്റെയൊക്കെ സമയത്ത് തൊട്ട് മുമ്പൊക്കെയാണ് തോന്നുന്നത്. അപ്പോൾ ഒരു ഭയങ്കര ഗ്യാപ്പ് വന്നു എനിക്ക്. അപ്പോൾ എന്തിനു വേണ്ടിയുള്ള ഗ്യാപ്പ് എനിക്കറിയില്ല എന്താ. കാരണം അതിനു മുമ്പ് എനിക്ക് നല്ല സിനിമകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പം സിനിമകൾ നിരന്തരം പരാജയപ്പെട്ടിട്ട് നമ്മൾക്ക് പണിയില്ലാതാവുന്ന എനിക്ക് മനസ്സിലാവാം. അല്ലെങ്കിൽ പെർഫോമൻസ് മോശമാണെന്ന് എല്ലാവരും പറയുന്നു എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ മാത്രം പറഞ്ഞാൽ പോരല്ലോ, മറ്റുള്ളവർ പറയണമല്ലോ. മറ്റുള്ളവർ പറയുന്നത് നല്ല നല്ല പെർഫോമൻസ് ആണെന്ന് പറയുകയും മോശമാണെന്ന് പറയുന്നുമില്ല. പക്ഷെ അപ്പോൾ നമ്മൾ വർക്കില്ലാതെ പോകുമ്പോൾ ഇങ്ങനെ താഴേക്ക് പോകും. പക്ഷെ ആ ഒരു സമയത്താണ് എനിക്ക് മനസ്സിലായത് ഇതിലും താഴേക്ക് ഇനി ഞാൻ പോവില്ല. അപ്പം ഞാൻ ആ താഴെ ഞാൻ കണ്ടു, ഇതാണ് അടിത്തട്ട്, ഇത് ഞാൻ കണ്ടു. അപ്പം ഞാൻ അന്ന് ഇനി ഞാൻ മുകളിലേക്ക് പോവുള്ളൂ എന്ന് പറയുന്നൊരു അത്രേ ഉള്ളൂ. ഇനിയിപ്പം ഈ വീണ്ടും നമ്മളൊന്ന് താഴോട്ട് പോയാലും അതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമായിട്ട് കണ്ടാൽ മതി. അപ്പം അത് ആ പ്രോസസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ അവിടുന്ന് എനിക്ക് തിങ്സ് ഹാവ് ചേഞ്ച്ഡ്. തിങ്സ് ഒരുപാട് മാറിയിട്ടുണ്ട്. എന്നാൽ സ്ട്രഗിളില്ലെന്നല്ല, നമ്മൾ വലുതാവും തോറും നമ്മളുടെ ലയബിലിറ്റീസും വലുതായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ സ്ട്രഗിളും വലുതായിക്കൊണ്ടിരിക്കും. പക്ഷേ യു വിൽ സെയിൽ ത്രൂ. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഞാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. പിന്നെ ഈ നമ്മൾ എപ്പോഴും ഡിസൈൻ ചെയ്ത പോലെ അല്ല എനിക്ക് പ്രൊജക്ട്സ് വന്നിട്ടില്ല. ഇപ്പം തുടക്കം മുതലേ ഇപ്പം എന്നെ കാസ്റ്റ് ചെയ്ത് വെച്ച് മുമ്പോട്ട് പോയിട്ടുള്ള എൻ്റെ ഒരു കഴിഞ്ഞ കുറേ നാളത്തെ എൻ്റെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്കൊരു പക്ഷേ റോഷാക്കും ഈ 4.5 സംഘവും മാത്രമേ ഉണ്ടാവുള്ളൂ. കൃഷ്ണ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഞാനാണ് അതിൽ അരിക്കുട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. റോഷാക്ക് ഇതുപോലെ നിസാം എന്നോട് പറയുന്നത് വളരെ വൈകിയാണെങ്കിലും നിസാം നേരത്തെ ഞാൻ തന്നെ എന്നുള്ള രീതിയിൽ നിസാം അത് മുമ്പോട്ട് പോയിരുന്നു. അപ്പോൾ അതല്ലാതെ ബാക്കിയെല്ലാം ഞാൻ ലാൻഡ് ചെയ്തതാണ്. ഇപ്പോൾ ARM എന്ന് പറയുന്ന സിനിമ ഞാൻ ചെയ്തു, ജിതിൻ്റെ. അപ്പം അതിലാണെങ്കിൽ പോലും ഞാൻ ചെയ്തിട്ടില്ലാത്ത കൈൻഡ് ഓഫ് ഒരു കഥാപാത്രമാണ്, ഒരു പോലീസ് ക്യാരക്ടറാണ്. 90s ചന്ദ്രൻ എന്ന് പറഞ്ഞൊരു പോലീസുകാരാണ്. അപ്പോൾ ഞാൻ നോർമലി അങ്ങനെയല്ല, എൻ്റെ രൂപമായിട്ട് ഞാൻ അങ്ങനെയല്ല. അപ്പം എനിക്ക് ഈ കഥാപാത്രങ്ങളെ പോലെ നടക്കുന്നതിനോടും എനിക്ക് താല്പര്യമില്ല. അപ്പം നമ്മൾ എങ്ങനെയാണോ അങ്ങനെ നടക്കുകയും മറ്റിടത്ത് ഒരു മാറ്റം വരുമ്പോഴാണ് നമ്മൾ വേറൊരാളായ പോലെ നമുക്ക് ബിഹേവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ചന്ദ്രൻ ചെയ്യുമ്പോൾ ഇപ്പോഴും എനിക്ക് തോന്നുന്നൊരു ഷൂട്ടൊക്കെ തുടങ്ങിയ ഒരു ഷൂട്ട് പകുതി മുക്കാലുമായി. ഈ ചന്ദ്രൻ്റെ ഒക്കെ പോർഷൻ വരുന്നതിനൊരു ഒരാഴ്ച മുമ്പായിട്ടാണ് എന്നെ ജിതിൻ ലാൽ വിളിച്ചിട്ട് ഇങ്ങനൊരു പരിപാടി, അത് രാത്രി 1 മണി 1:30 ആയപ്പോഴാണ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനൊരു പരിപാടി നമ്മളിങ്ങനെ ചെയ്താലോ എന്നൊക്കെ പറഞ്ഞാൽ ഇതിനെപ്പറ്റി പറയുന്നതും. എനിക്ക് അന്നേരം ഇതിൻ്റെ ടീച്ചറൊക്കെ അയച്ചു. അപ്പോൾ ഇത് ഭയങ്കര ഗംഭീര പരിപാടി. അപ്പം പ്രൊജക്റ്റ് നടക്കുന്നുണ്ട്, നമുക്ക് ജിത്തിനേക്ക് നേരത്തെ അറിയാം. പക്ഷേ ഇത് എനിക്കൊന്ന് വേറെ ആരോ ചെയ്യാനിരുന്നതോ മറ്റോ ആണ്. പിന്നീട് അത് മാറിപ്പോവുകയും അങ്ങനെയൊക്കെ മാറി വന്ന് അങ്ങനെ എന്നിലേക്ക് വരികയും പിന്നെ ഞാൻ അവിടെ ചെന്ന് അപ്പോൾ ഒരു വേറൊരു രൂപത്തിലൊക്കെ വന്ന് ഞാനങ്ങനെ സംഭവം ചെയ്തിട്ടുമില്ല. അപ്പോൾ ജിതിനും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ ചെയ്യുമെന്നൊക്കെ. പക്ഷെ അത് സംഭവിച്ചു. ഞാൻ ഈ പറയുന്ന പോലെ നമ്മളിൽ നിന്ന് വേറൊരാളായിട്ട് മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നതിനിടയിൽ നമുക്ക് നല്ലൊരു കഥാപാത്രത്തിലേക്ക് മാറാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു സംഭവം ചെയ്യാൻ പറ്റും. അതങ്ങനെ ലാൻഡ് ചെയ്തപ്പോഴൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് ഇനിയും സംഭവിച്ചുകൊണ്ടേയിരിക്കട്ടെ. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 2012 തൊട്ടിട്ട് 2025 വരെ നമ്മൾ നോക്കുന്ന സമയത്ത് ശരിക്കും ഇപ്പോൾ നമ്മൾ ന്യൂബീസ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് സിനിമ ആസ് എ ടഫ് പ്ലേസ്, എൻട്രി മുതൽ അങ്ങോട്ട് ഡിഫിക്കൾട്ടാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കാൻ തന്നെ ഡിഫിക്കൾട്ടായിട്ടുള്ള ഒരു സ്ഥലത്ത് ചെറിയൊരു ഡിഫിക്കൽട്ടി വരുമ്പോൾ തന്നെ ഡിപ്രസ്ഡ് ആവുന്ന അവസ്ഥയും അങ്ങനത്തെ മോഡിലുള്ളൊരു സൊസൈറ്റിയിലാണ് നമ്മളിപ്പോൾ. അപ്പോൾ ശരിക്കും 13 ഇയേഴ്സോളം യു ഹാവ് ബീൻ ഹിയർ. സോ ആ ഒരു 13 ഇയേഴ്സിൽ വാട്ട് വുഡ് ബി ദ അഡ്വൈസ് ദാറ്റ് യു വുഡ് ഗിവ്? അഡ്വൈസ് എന്ന് ഞാൻ പറയുന്നില്ല, വാട്ട് വുഡ് യു ലൈക്ക് ടു ടെൽ ടു ആസ്പയറിംഗ് ഫിലിം മേക്കേഴ്സ്, ഓൾസോ ഹൂവർ വുഡ് ലൈക്ക് ടു ബി പാർട്ട് ഓഫ് സിനിമ? ഈ നമ്മൾ ഈ മൺഡേ ബ്ലൂസ് എന്നൊക്കെ പറയില്ലേ, that Monday comes every week. So Monday blues can happen almost every week. പക്ഷേ you have another 6 days. അപ്പം അത് അങ്ങനെ കണ്ടാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ്
ഇപ്പം ആക്ടേഴ്സ് എന്ന രീതിയിൽ ഞാൻ പറയാം, അല്ലെങ്കിൽ ആസ് എ ഹ്യൂമൻ നമ്മൾ ഇവോൾവ് ചെയ്യുന്നത് പലപ്പോഴും ഈ മോശമായ ദിവസങ്ങളിലൂടെയും മോശമായ കാര്യങ്ങളിലൂടെയാണ്. നമ്മൾ ഒരിക്കലും നല്ല കാലങ്ങളിലൂടെ നമ്മൾ വലിയവരായിട്ട് വളരാൻ പോകുന്നില്ല, ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഈ ക്രൈസിസ് തന്നെയാണ് നമ്മളെ സ്ട്രോങ് ആക്കുന്നത്. നമ്മുടെ ബേസ് എന്ന് പറയുന്ന ക്രൈസിസാണ്. ഈ ക്രൈസിസ് സ്ട്രോങ് ആകും തോറും അത് നല്ലതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അതിനെ പറ്റി പേടിച്ച് ഇപ്പം എൻ്റെ അടുത്ത് തന്നെ ഇപ്പം പലപ്പോഴും എൻ്റെ അടുത്ത് ഇപ്പം നമ്മൾ വിഷമിച്ചിരിക്കുന്ന പല സമയത്തും നോക്കുമ്പോൾ ഈ പറയുന്ന നമ്മളുടെ മാനസികാവസ്ഥ, നമ്മൾ ചിന്തിക്കുന്ന പല റൂട്ടും പല കാര്യങ്ങളും ആലോചിക്കുമ്പോൾ പലരും പറയും ശരിയായിരിക്കും, നിങ്ങൾ ആങ്ഷ്യസ് ആണ്, നിങ്ങൾക്ക് യു ആർ ഗെറ്റിംഗ് ഡിപ്രസ്ഡ് എന്നൊക്കെ പറയുന്നത്. അത് എല്ലാവരോടും നമുക്ക് ഇപ്പം അഞ്ജന ഡിപ്രസ്ഡ് ആണ്, ഞാൻ ഡിപ്രസ്ഡ് ആണ്, എല്ലാവരും അതെ. പക്ഷെ അതൊരു ദാറ്റ്സ് എ ഫേസ് ഓഫ് ലൈഫ്, ദാറ്റ്സ് എ സ്റ്റേജ് ഓഫ് ലൈഫ്. അതെ. പക്ഷെ അതിനെല്ലാം ഇപ്പം നമ്മൾ വലുതായിട്ടാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇതെല്ലാം ഭയങ്കര, ഞാൻ പറഞ്ഞ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം എന്നുള്ളതാണെന്ന് നോക്കേണ്ടത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഇറ്റ് ഷുഡ് ബി വിത്തിൻ. അത് നമ്മൾ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യുന്നു, അതിനെ എങ്ങനെ പുറത്തേക്ക് വരാൻ നമ്മൾ ശ്രമിക്കുന്നു, പിന്നെ അത് നമ്മൾ അങ്ങനെ തന്നെ പോകണമെന്നേ. പക്ഷിയുടെ കണ്ണ് തന്നെ എയിം ചെയ്ത്. അതെ. അപ്പോൾ ഈ പെയിൻ അത് ഭയങ്കര കറക്റ്റ് പ്രോസസ്സാണ്. അപ്പം എൻ്റെ മകനാണെങ്കിലും കളിക്കുന്ന സമയത്ത്, അവൻ ഓടി കളിക്കുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ വൈഫ് വീഴും സൂക്ഷിക്കും. അപ്പം ഞാൻ വീണിട്ട് ഞാൻ പിടിക്കാം, വീണിട്ട് കഴിഞ്ഞാൽ എന്തുവരെ എത്ര ബുദ്ധിമുട്ടുണ്ടാവും, അപ്പോൾ ആ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ ഇപ്പം അവനെ ചെറുപ്പത്തിൽ എവിടെയെങ്കിലും പോകുമ്പോഴാണെങ്കിലും കടയിൽ ഞാൻ പോയിട്ട് സാധനം വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയും. അപ്പോൾ അതൊരാൾ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ അത് പോകുമ്പം അത് പോയിട്ട് പ്രശ്നം വരുമ്പോൾ പിടിച്ചാൽ പോരെ. അപ്പം ആ പ്രോസസ്സ് കടന്നു പോകണം. അപ്പം ഈ സിനിമയിൽ വന്നിട്ടാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഈ പെയിൻഫുൾ പ്രോസസ്സ് നമ്മൾ കടന്നു തന്നെ പോകണം. അപ്പോൾ നിങ്ങൾക്ക് പെയിൻ ഇല്ലെങ്കിലാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പറയില്ല ഇപ്പം ശുക്രൻ നല്ല സമയം എന്നൊക്കെ പറയും. അപ്പം നമുക്ക് ഈ ജീവിതത്തിൻ്റെ തുടക്കകാലത്ത് നമുക്ക് കഷ്ടപ്പാട് ഉണ്ടാവണം, ഉണ്ടെങ്കിൽ നിങ്ങൾ നാളെ കാലം നല്ലതായിരിക്കും. അതെ, നമ്മൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള കാലങ്ങൾ വരുമ്പോൾ നമ്മൾ ഇത് വെച്ച് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ആ ക്രൈസിസ് സമയം ഞാൻ കണ്ടിട്ടുണ്ട്. അത് എൻ്റെ സ്കൂൾ ലൈഫിലും ഒക്കെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഫേസ് ഇറ്റ് അലോൺ. അപ്പോൾ ഞാൻ ഹോസ്റ്റലിലായിരുന്നു. അപ്പോൾ ഈ പ്രശ്നങ്ങൾ പലതും ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു പരിധി വരെ എനിക്കത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നെ. എന്ന് വെച്ചാൽ നമ്മളത് എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതല്ല, പക്ഷേ അതെൻ്റെ എക്സ്പീരിയൻസ് ആണ്, എൻ്റെ പെയിനാണ് എൻ്റെ എക്സ്പീരിയൻസ്. അപ്പം ഞാനൊരു കഥാപാത്രം ചെയ്യുമ്പോൾ എനിക്കത് ചില കഥാപാത്രങ്ങൾ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് ആണത്, ഞാൻ അനുഭവിച്ച വേദനയാണത്. അപ്പം ഞാൻ അതിന് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് ഇവിടെ. അപ്പം ഞാൻ ഇന്നലെ ഇരുന്നിട്ട് റെട്രോ എന്ന് പറഞ്ഞ സിനിമ കാണുമ്പോൾ അതിനകത്ത് ജോയിച്ചേട്ടൻ ഞാൻ എപ്പോഴും ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്നൊരു ആക്ടറാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വന്നൊരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സാണ് അയാൾ ഇവിടെ എത്തിച്ചത്. ആ എക്സ്പീരിയൻസ് ആണ് അവർ ഇവിടെ എത്തിച്ചത്. ഞാനും ആലോചിച്ചു ആക്ച്വലി ഇപ്പം മേ ബി ഒരു കാലഘട്ടത്തിൽ ഹി സ്റ്റേഡ്, ഹി വർക്ക്ഡ്, ഹി ഡിഡ് ആ ഒരു എൻഡ്യൂറിങ് പ്രോസസ്സിൽ ഇപ്പം ഹി ഹാസ് റീച്ച്ഡ് എ സ്പേസ്. എന്ത് കോൺട്രവേഴ്സിയോ അല്ലെങ്കിൽ എന്ത് ചുറ്റുവട്ടത്തെ കാര്യങ്ങൾ പ്രോബ്ലം ഇഷ്യൂസ് വരുമ്പോഴും ഹി ഹാസ് എ സ്പേസ് ഓവർ ദെയർ. നമ്മുടെ ഒരു കോമൺ സുഹൃത്ത് പറയും, ജോജുവിന് പ്രശ്നങ്ങൾ വേണം എങ്കിലും പുള്ളിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രശ്നങ്ങളുണ്ടായാലും പുള്ളിക്ക് പ്രശ്നങ്ങളില്ലായിരുന്ന പുള്ളിക്ക് പറ്റില്ല. അപ്പം പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നവരും ഹിൽ ഗ്രോ. അപ്പം പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ജോയിച്ചേട്ടൻ പണ്ട് പറഞ്ഞത്, അതായത് ഇപ്പം യു ഷുഡ് വാക്ക് ത്രൂ ഫിൽത്ത് ആൻഡ് ഷിറ്റ്. ഇംഗ്ലീഷിൽ പറയുന്നതായിരിക്കും കുറച്ച് നല്ലത്. പ്രശ്നങ്ങൾ അതല്ല, യു ഷുഡ് വാക്ക് ത്രൂ ഇറ്റ്. അപ്പം ആ പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പം അല്ലാതെ നമ്മൾ എപ്പോഴും അവിടെ അത് ബുദ്ധിമുട്ടായിരിക്കും, നമ്മൾ ഈ സിറ്റുവേഷൻ പ്രശ്നം അതല്ല, ഒന്ന് അവോയ്ഡ് ചെയ്യാതെ നമ്മൾ അതിലൂടെ പോകണം. പക്ഷെ ഒരു ഫേസ് എത്തി കഴിയുമ്പോൾ നമ്മൾ തന്നെ പ്രശ്നം ഉണ്ടാക്കി നമ്മൾ തന്നെ അതിനെ സോൾവ് ചെയ്ത് അതിന് എനർജി എടുക്കുക എന്ന് പറയുന്നത് അത്ര അറിയാതെ പോകുന്നതായിരിക്കും. അല്ല, ഞാൻ പറഞ്ഞ ജനറലി ഉള്ള കാര്യത്തിൽ പറയാം. അപ്പോൾ ഇവരെല്ലാം ഭയങ്കര ചിലപ്പോൾ ഇമോഷണലി റിയാക്ട് ചെയ്യുന്നവരായിരിക്കും, പലപ്പോഴും ആർട്ടിസ്റ്റുകൾ ഇമോഷണലി ഭയങ്കര റിയാക്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ വരുന്ന പ്രശ്നങ്ങൾ. പക്ഷേ ഇതെല്ലാം ഇവരെ ഫ്യൂൽ ചെയ്ത് മുമ്പോട്ട് പോകുന്നതാണ്. ഞാൻ പറഞ്ഞ ആ ഒരു പ്രോസസ്സ് ഈ കാലങ്ങൾ അത്രയും ഇങ്ങനെ ഫേസ് ചെയ്ത് പോയതിൻ്റെ പ്രോസസ്സിൻ്റെ ഫലമാണ് ഇപ്പം നമ്മൾ അവിടെ എത്തി നിൽക്കുന്നതും അവിടെ അനുഭവിക്കുന്നതും അയാൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ഇപ്പം ജോയിച്ചേട്ടൻ്റെ ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഇപ്പം ബക്കറ്റ് ലിസ്റ്റ് ഇങ്ങനെ ടിക്ക് ചെയ്യുന്ന പോലെ ഓരോ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം
എവിടെയൊക്കെ എത്തിപ്പെടണമെന്ന് ആഗ്രഹം അവിടെയൊക്കെ അത് ഈ പറയുന്ന അത് ഈ പെയിനിനുള്ളിൽ കൂടെ പോകുന്നതും ഞാൻ ഈ പറയുന്ന പോലെ ഈ ബുദ്ധിമുട്ടിലൂടെ നടന്നു പോയതിൻ്റെ ഫലമായിട്ടാണ്. And he was focused always, like, you know, I will be here and I want to be അതെ here. അതെ. അപ്പം ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒരുപാട് ആൾക്കാർ നമുക്ക് ഫോളോ ചെയ്യാനുണ്ട്. അങ്ങനത്തെ ഒരുപാട് നമ്മുടെ മുൻപേ നടന്ന ഒരുപാട് പേരുണ്ട്. സോ എന്നാൽ പിന്നെ നമുക്ക് പുറകെ നടക്കുന്നതിന് എന്താ ബുദ്ധിമുട്ട്? അതെ അതെ. ശശി തരൂർ മറ്റാന്ന് തോന്നുന്നത് ഒരു ഇതിൽ പറഞ്ഞത് ഇന്ത്യ ചൈനയുടെയും ഒക്കെ ഒരു 10-40 വർഷം പുറകിലാണ്, അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു 50 വർഷം പുറകിലാണെന്നൊക്കെ പറയുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് 50 വർഷം കഴിയുമ്പോൾ അവരെന്തൊക്കെ മിസ്റ്റേക്സ് ചെയ്യുന്നു ആ മിസ്റ്റേക്സ് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ല, നമുക്ക് മുമ്പിലുണ്ടല്ലോ അല്ലേ പാത്ത്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്കുണ്ട്. ഫോളോ ചെയ്ത് മുമ്പോട്ട് പോകാന്നുള്ളതാണ്. വാട്ട്സ് നെക്സ്റ്റ്? ഇനി എന്താ മുന്നോട്ട് ഉള്ളത് പ്രൊജക്ട്സ് ആയിട്ടും? ഹൗസ് യു ലുക്കിംഗ് ഫോർവേഡ് ആസ് എൻ ആക്ടർ? ഇനിയിപ്പം അടുത്തത് നിസാം ബഷീറിൻ്റെ പടത്തിൽ അതിൽ ചെയ്യുന്നുണ്ട്. അത് ഞാൻ അങ്ങോട്ട് ചോദിച്ച് ഞാൻ വാങ്ങിച്ച വേഷമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെനിക്കില്ല. അപ്പം ഞാൻ പറഞ്ഞു നിസാമിനോട് ഞാൻ എന്തായാലും വരും, ഒന്നുമില്ല ഞാൻ പാസിങ് പോകുമെന്ന് പറയാം. അപ്പം ഞാൻ ഓർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൊഷാക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ ഞാൻ മമ്മൂക്കായിട്ടുള്ള ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. ആ ഫൈറ്റ് സീനിൽ ഞാൻ മമ്മൂക്ക പഞ്ച് ചെയ്യുന്നൊരു സീനുണ്ട്. അപ്പോൾ അതിൽ മമ്മൂക്കയുടെ ആംഗിൾ എടുത്ത് കഴിഞ്ഞപ്പോൾ മമ്മൂക്ക പോയി. അപ്പോൾ അതിന് ശേഷം മമ്മൂക്കയ്ക്ക് വേറെ ഡ്യൂപ്പ് വന്നത് ഷൈനാണ്. ഷൈൻ വന്നിട്ട്, കാരണം ഷൈൻ ഞാൻ നിൽക്കട്ടെ എന്ന് ചോദിച്ചിട്ട് പുള്ളി പോയി നിന്ന്. ഞാൻ പറഞ്ഞു അതെനിക്ക് ഓർമ്മയുണ്ട്, ഒന്നെങ്കിൽ എന്നെ എനിക്ക് റോൾ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ, അല്ലെങ്കിൽ ഞാൻ വന്നിട്ട് ഒരു പാസിങ് എങ്കിലും ഞാൻ പോകും. കാരണം ആ പ്രോസസ്സിൻ്റെ ഭാഗമാണ് ഐ വോണ്ട് ടു ബി പാർട്ട് ഓഫ് ദ ടീം എന്ന് പറയും. അപ്പം അങ്ങനെ ഒരു ചെറിയ സംഭവം അതിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അതെന്താ പറയുക, അങ്ങനത്തെ ഇപ്പം നിസാമിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ഭയങ്കര രസമാണ്. ഗംഭീര ഡയറക്ടറാണ്, ഗംഭീര തോട്ട്സ് ഉള്ള ഡയറക്ടറാണ്. അപ്പം ആക്ടറിൽ വർക്ക് ചെയ്യാൻ അപ്പോൾ എനിക്ക് ആ ഒരു റൊഷാക്കിനൊക്കെ എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് എനിക്ക് അവരോട്. ആ ഒരു സംഭവത്തിന് എന്നെ വിളിച്ചതും അങ്ങനെ ഒരു ക്യാരക്ടർ തന്നതിനൊക്കെ. അപ്പോൾ എനിക്ക് അങ്ങനെ അതാണ് നെക്സ്റ്റ് ചെയ്യുന്നത്. പിന്നെ അല്ലാതെ 1-2 പുതിയ ആൾക്കാരുടെ സബ്ജക്റ്റും ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ കൊണ്ടിരിക്കുന്നു. പിന്നെ ഈ പറയുന്ന ഒരു ഓട്ടമാണ്, ഒരു പ്രോസസ്സിങ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് സഞ്ജു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ കമ്മിങ്.